വേദിയിലെ ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഈ പ്രദേശത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ആദർശ വിശദീകരണ സമ്മേളനം സംഘടിച്ചപ്പോൾ വളരെ ആവേശപൂർവം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ ഒട്ടേറെ നേതാക്കൾ ഹ്രസ്വമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി എനിക്കിന് ശേഷം ബഹുമാന്യനായ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന നാസർ ഫൈസി കൂടത്തായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതനുമാണ്. ഏതായാലും മംഗലാപുരത്തിനടുത്ത് ഒരു ശാഖാ കമ്മിറ്റി നമ്മുടെ സംഘടനക്ക് അത്രയൊന്നും സജീവമായി പ്രവർത്തിക്കാത്ത ഒരു പ്രദേശമാണ് എന്ന രീതിയിൽ ഞങ്ങളൊക്കെ അറിയുന്ന ഇവിടെ എങ്ങനെ ചെറിയൊരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോഴേക്ക് ഈ പ്രദേശം മുഴുവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പൂർണ്ണമായി കീഴടക്കിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഇത്രയും വലിയ ഒരു ജനാബലി ഒരുമിച്ച് കൂടിയത് ഈ പ്രസ്ഥാനത്തിന് ഈ നാട്ടുകാർ നൽകുന്ന അംഗീകാരവും വിശ്വാസവും അതിനപ്പുറം വളരെ കാലങ്ങളായി അവരെല്ലാം അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പരിശുദ്ധമായ പവിത്രമായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമ്മളൊക്കെ ബോധ്യപ്പെടുത്തി തരുന്ന വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണിത്. അള്ളാഹു ആ അർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനവും അത്താണിയുമായിട്ടുള്ള ഈ മഹിതമായ പ്രസ്ഥാനം കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് വിഭാവന ചെയ്യുന്ന ആദർശങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹിതമായ ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മാലിക് ബിൻ ദീനാറും സംഘവും ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്ന കാലം മുതൽ തന്നെ ഈ ദക്ഷിണ കന്നഡ പ്രദേശങ്ങളിലൊക്കെ ആ സംഘങ്ങളിൽപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാർ, സ്വഹാബി വര്യർ തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി ഈ പ്രദേശങ്ങളിലെത്തിയിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. മംഗലാപുരത്തെ ആദ്യത്തെ ഖാദിയായി ചരിത്രം രേഖപ്പെടുത്തുന്ന മൂസ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ ഇവിടെയുള്ള ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വളരെ ചിട്ടയായ രീതിയിൽ നേതൃത്വം കൊടുക്കുകയും ഈ പ്രദേശങ്ങളിൽ നിരവധി പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ദീൻ പഠിപ്പിച്ച രീതിയിൽ തന്നെ അതിൻ്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഒരു ചുറ്റുപാട് ഈ മംഗലാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായി നിലനിർത്തിപ്പോന്നിരുന്നു എന്ന് പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ പ്രദേശത്തെ മുസ്ലിം സമൂഹം തലമുറകൾ മാറി മാറി വന്നപ്പോഴും പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മാത്രം ജീവിക്കുന്ന വളരെ അഭിമാനകരമായ ഒരു ചുറ്റുപാട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായത്. അന്നൊക്കെ ഇവിടുത്തെ പൂർവികരായ ആളുകൾ പള്ളികൾ നിർമ്മിച്ചിരുന്നു. ആ പള്ളിയിൽ വിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി ദർസ് സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഒട്ടേറെ പണ്ഡിതന്മാരെ വളർത്തെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ വിശുദ്ധ ദീൻ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പ്രചരിക്കുകയും പള്ളികളിലൂടെ, ദർസുകളിലൂടെ, അത്തരത്തിലുള്ള ദീനീ ദഅ്വ സംരംഭങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു തലമുറ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴും നിലനിൽക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായി. അപ്പോഴാണ് അക്കാലം അത്രയും മുസ്ലിം സമൂഹത്തിനിടയിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ദീനിൻ്റെ പേരിൽ പുതിയ പുതിയ ചില കക്ഷികളും ആശയങ്ങളും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അതിന് കീഴിൽ ആ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മലബാർ പ്രദേശങ്ങളിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി. മലബാർ എന്ന് ഇന്ന് പറയുമ്പോൾ
ഒരുപക്ഷെ കേരളത്തിലെ തൃശ്ശൂർ ജില്ല മുതൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ല വരെ എത്തി നിൽക്കുന്ന ഒരു പരിധിയാണ് ഇന്ന് കാണുന്നതെങ്കിൽ, അന്നത്തെ മലബാർ എന്ന് പറയുന്നത്, ചരിത്രം വിശേഷിപ്പിക്കുന്നത് മലബാർ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവ, മണപ്പുറം മുതൽ ഈ ദക്ഷിണ കന്നഡ ജില്ലക്കപ്പുറം ഉടുപ്പി ജില്ലയോളം എത്തുന്ന ദീർഘമായ ഒരു പ്രദേശമാണ് മലബാർ എന്ന് ഈ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ പ്രദേശത്തെ ഇസ്ലാമികമായ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കാനും നേതൃത്വം കൊടുക്കാനും ദീനിൻ്റെ കാര്യങ്ങളിൽ എന്തഭിപ്രായ വ്യത്യാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടാലും അവിടെയെല്ലാം തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ മാത്രം യോഗ്യരായ പണ്ഡിതന്മാരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ദീർഘമായി മുന്നോട്ട് പോകുന്ന വളരെ അഭിമാനകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ധാരാളം മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മതസംഘടനകളുടെ ചില അലയൊലികളൊക്കെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും കർണാടകയിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ കാണാൻ സാധിക്കും. ബിദഅി പ്രസ്ഥാനങ്ങളും തീവ്രവാദ സംഘടനകളും വിഘടിത സംഘടനകളും മറ്റു പല സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വാദിക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്ന ആ ആശയത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ വിശുദ്ധമായ സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് വാദിക്കാനും അവകാശപ്പെടാനും ദാർഢ്യം കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ മതസംഘടനകളെ ഓരോന്നോരോന്ന് പേരെടുത്ത് വിമർശിക്കാനോ വിശകലനം ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ സാധാരണ ബുദ്ധി കൊണ്ട് അന്വേഷിച്ചാലും പരിശോധിച്ചാലും കണ്ടെത്താൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം അത് 8.5 പതിറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുന്നു. 86 വർഷം പിന്നിട്ടിരിക്കുന്നു. ദീർഘമായ 86 വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ ഇന്നുവരെ എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം സത്യസന്ധമായി ദീൻ കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നു എന്നത് അതിൻ്റെ ചരിത്രം നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒരു സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിരാളികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം. പക്ഷേ ഇന്നുവരെ ദീനുമായി ബന്ധപ്പെടാത്ത, ദീനിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത, ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ഒരു ഫത്വ, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം അത്രയും മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു, പ്രഖ്യാപിച്ചു എന്ന് എതിരാളികൾക്ക് പോലും തെളിയിക്കപ്പെടാൻ കഴിയാത്ത വിധം അത്രയും സത്യസന്ധമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ തോക്ക ഉസ്താദ് പറഞ്ഞു, ഞാൻ സത്യസന്ധമായി മാത്രം കൈകാര്യം ചെയ്യുന്ന, അത് പറയുന്ന ഒരു പാരമ്പര്യത്തിൽ ജനിച്ചവനും പറന്നവനും ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള താക്ക അഹമ്മദ് ഉസ്ലിയാരാണ് പറഞ്ഞതെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് മുതൽ ചെറുശ്ശേരി ഉസ്താദ് വരെയുള്ള ആ ദീർഘമായ പരമ്പരക്കിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ മതപരമായ കാര്യത്തിലോ മറ്റോ കളവ് പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം കളവ് പറയുന്നവനാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കെതിരെ എതിരാളികൾക്കിടയിൽ പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം വിശുദ്ധിയും സത്യസന്ധതയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ്. എന്നാൽ ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നത് അവർക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല എന്നുള്ളതാണ്. അങ്ങനെ ദീനിന്റെ പേരിലാണെങ്കിലും സ്വന്തം കാര്യത്തിലാണെങ്കിലും സംഘടനയുടെ പേരിലാണെങ്കിലും കളവ് പറഞ്ഞാൽ, കളവ് പറയാതിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ചില ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും പേരിൽ ഇന്നും ആർക്ക് മുമ്പിലും അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാവുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമതികളായ സഹോദരന്മാർ ആലോചിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ഈ 86 വർഷക്കാലത്തിനിടയിൽ, ദീർഘമായ 8.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം, ഒരു തീരുമാനം, മതപരമായ കാര്യത്തിലെടുത്തുള്ള ഒരു ഫത്വ, അത് 86 വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിൻവലിച്ചിട്ടുണ്ട്. അവർ ആ തീരുമാനം മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെ സംഘടനാപരമായ തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെടാനും നയപരമായ തീരുമാനങ്ങൾ തിരുത്തുവാനും ആദർശം തിരുത്തുവാനും പ്രഖ്യാപനങ്ങൾ പിൻവലിക്കാനും ഫത്വകൾ പിൻവലിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത നമ്മുടെ സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ രംഗത്ത് വന്നിട്ടുള്ള ഏത് സംഘടനകളെയും നിങ്ങൾക്ക് പരിശോധിക്കാം.
ഞാൻ ഓരോന്നോരോന്ന് പ്രത്യേകം പറയുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത മതത്തിന്റെ പേരിൽ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ വാദിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത ഏത് സംഘടനയും, അത് ബിദഈ പ്രസ്ഥാനം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്ന് പറയാം, വിഘടിത സംഘടന എന്ന് പറയാം, കള്ളത്തൊരീക്കത്തുകാരെന്ന് പറയാം, വ്യാജത്തൊരീക്കത്തുകാരെന്ന് പറയാം, ഏത് പേര് വിളിക്കാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത മതത്തിന്റെ ലേബലിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഏതും, ആ സംഘടനകളെല്ലാം നിഷ്പക്ഷമായി നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ആ സംഘടനയെല്ലാം രൂപീകരിക്കപ്പെടുന്ന കാലത്ത് എന്താദർശമാണോ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചിരുന്നത്, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമോ വൈരുദ്ധ്യമോ ആയിട്ടുള്ള ആശയങ്ങളാണ്, നിലപാടുകളാണ് അവർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണമാണ് പരിശോധിക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ദീർഘമായ 8 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഈ ഉമ്മത്തിനോട് സംസാരിച്ചത് പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു, ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു. എന്നാൽ മറ്റു സംഘടനകളെല്ലാം സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചത് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും സാമ്പത്തിക രാഷ്ട്രീയമായ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ വേർതിരിവാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മറ്റു സംഘടനകളെയും നമ്മുടെ സമൂഹത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതികൾ. ഒരു ദീനീ പ്രവർത്തന മേഖലയിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് ആ സത്യസന്ധത അത് പ്രാമാണികമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ട് പോന്നോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത്, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത്, ദീനിന്റെ അനുബന്ധമായ പ്രമാണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് അത് ദീനിന്റെ ആ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ, ഉമ്മത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ ആര് മുന്നോട്ട് വന്നു എന്നതാണ് പ്രധാനം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മറ്റു പല മതസംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ എന്ത് പ്രസംഗിച്ചു, എന്ത് പ്രചരിപ്പിച്ചു, എന്ത് എഴുതി വെച്ചു, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ, ഒരിക്കലും അവരൊരു പക്ഷേ ഭാവിയിൽ അങ്ങനെ പറയുമെന്ന് പോലും സങ്കല്പിക്കപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും സമൂഹത്തിലും ചുറ്റുപാടിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇവിടെ പരമ്പരാഗതമായ ആദരണീയ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഒക്കെ ഇരിക്കുന്ന വേദിയാണ്. ബിദഈ പ്രസ്ഥാനക്കാർ, മുജാഹിദ് പ്രസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നപ്പോ അവരിവിടെ നൂറ്റാണ്ടുകളായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ മുസ്ലിം ലോകം ആചരിച്ച് അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് നന്മകളെയും സുഹൃത്തുക്കളെയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇതൊന്നും ദീനുമായി ബന്ധപ്പെട്ടതല്ല, അതെല്ലാം അന്ധവിശ്വാസമാണ്, ജീർണതയാണ്, ശിർക്കാണ്, മുസ്ലിം സമൂഹത്തെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ശുദ്ധമായ തൗഹീദിന്റെ പ്രചാരകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബിദഈ പ്രസ്ഥാനക്കാർ കടന്നു വന്നു, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോ കടന്നു വന്നു. ആ സംഘടനകൾക്കിടയിലൊക്കെ അതേ വിഷയങ്ങൾ തന്നെ പരസ്പരം ആശയപരമായ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും വിഭാഗ്യതയും ഉണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത് 5-6 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞു പോയിരിക്കുന്നു. 5-6 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞു പോയിരിക്കുന്നു. എന്താ കാരണം? മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടർ പറയാൻ മന്ത്രം ഉറുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്രിച്ചൂത എന്നൊക്കെ പറഞ്ഞാൽ അത് ഷിർക്കാണ്, അത് അന്ധവിശ്വാസമാണ്, അത് ദുർമന്ത്രവാദമാണ്. ഇതൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇപ്പോൾ പുതിയ ഗവേഷണം നടത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ അവരിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതൽ അങ്ങനെ ശിർക്കൊന്നുമല്ല, അത് തൗഹീദിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇപ്പോ മുജാഹിദ് വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന് ഇപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് തൗഹീദിന്റെ ഭാഗമായിരിക്കുന്നു, അതിനെ ശിർക്കായിട്ട് കാണാൻ പാടില്ല. നമ്മൾ ഉസ്താദിന്റെ അടുത്ത് മന്ത്രിച്ചൂതാൻ ചെന്നാൽ നമ്മൾ നമ്മുടെ വിഷമവും പ്രയാസമൊക്കെ പറയും, അവരതിനു വേണ്ടതൊക്കെ ചൊല്ലി നമ്മുടെ തലയിലേക്കോ നമ്മുടെ ശിരസിലേക്കോ മന്ത്രിച്ചൂതി നമ്മൾ ആത്മവിശ്വാസത്തോട് തിരിച്ചു പോരും. എന്നാൽ മന്ത്രിച്ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാരടുത്ത് എന്ന് കഴിഞ്ഞാൽ അവർ നവോത്ഥാന പ്രസ്ഥാനമാണല്ലോ. അപ്പം മന്ത്രിച്ചൂതാം എന്ന് പറയുമ്പോഴും മന്ത്രത്തിലുമുണ്ട് ഒരു നവോത്ഥാനം. മന്ത്രിച്ചൂതാം എന്ന് പറയുന്നിടത്ത് മുജാഹിദ് മൗലവിമാർക്കൊരു നവോത്ഥാനം. അവർ പറയാണ് മന്ത്രിച്ചൂതാം അതൊക്കെ ഷിർക്കൊന്നുമല്ല, അതൊക്കെ തൗഹീദിന്റെ ഭാഗം തന്നെയാണ്. ഒരു കാലത്ത് ഷിർക്കാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മന്ത്രിച്ചൂതാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മന്ത്രിച്ചൂതാം വേണ്ടി ഒരു മുജാഹിദ് മൗലവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രധാനപ്പെട്ട ഷർത്തുണ്ട്. മന്ത്രിച്ചൂതുമ്പോൾ ഈ മന്ത്രിച്ചൂതുന്ന കാറ്റ് മുഴുവനും മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തേക്ക് എത്തണം. നമ്മളിപ്പോൾ ഒരു ഫാനൊക്കെ ഉള്ള ഒരു റൂമിൽ വെച്ചോ മറ്റോ മന്ത്രിച്ചൂതാണെങ്കിൽ കാറ്റിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പോവും. അപ്പം മന്ത്രിച്ചൂതുന്ന കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും.
അപ്പൊ മുജാഹിദ് മൗലവിമാർ മന്ത്രിച്ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാർ അവർ മന്ത്രിച്ചൂതുമ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഷർത്ത് ഇതാണ്. മന്ത്രി ചൂതാൻ പറ്റുമല്ലേ എന്നുള്ളതല്ല, മന്ത്രി ചൂതാൻ പറ്റും, അത് തൗഹീദിന്റെ ഭാഗമായിട്ട് അവർക്ക് മാറിയിരിക്കുന്നു. പക്ഷേ മന്ത്രി ചൂതപ്പെടുന്ന ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഊതുന്ന കാറ്റ് മുഴുവൻ എത്തണം. ഇപ്പം മന്ത്രി ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാർ അവർ മന്ത്രി ചൂതിക്കൊണ്ടിരിക്കുന്നത് PVC പൈപ്പിലൂടെയാണ്. മുജാഹിദ് വിഭാഗം അവിടെ എത്തിയിരിക്കുന്നു. അവരവിടെ എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് മന്ത്രി ചൂതാൻ പാടില്ല, അത് ശിർക്കാണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ജീർണതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിലെ പരമ്പരാഗതമായ പണ്ഡിതന്മാരെയും അതേപോലെ അതനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സമൂഹത്തെ ഈ ശിർക്ക് ആരോപിച്ചുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ തലത്തിൽ പ്രചരിപ്പിക്കാനും വേണ്ടി രംഗത്ത് വന്ന ഈ വിഭാഗമാണിവർ. ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ തൗഹീദിന്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥാവിശേഷം വന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ശിർക്കാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട്, അത് ചെയ്യാൻ പാടില്ല, മതത്തിൽ കുറ്റകരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചു മരിച്ചു പോയ എത്ര പേരുണ്ട്? എത്ര പേർ മരണപ്പെട്ടു പോയി? ഈ വിഭാഗത്തിൽപ്പെട്ട ഇതിന്റെ നേതാക്കന്മാർ നാളെ മാശറിൽ ചെന്നുകൊണ്ട് അവർക്ക് വക്കാലത്ത് പറയാൻ പോകുമോ? അപ്പൊ ദീനുമായി ബന്ധപ്പെട്ട കാര്യം ഓരോ കാലത്തിനനുസരിച്ചുകൊണ്ട്, ഓരോ ചുറ്റുപാടിനനുസരിച്ചുകൊണ്ട്, ഓരോ പ്രദേശത്തിനനുസരിച്ചുകൊണ്ട്, ഓരോ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തേണ്ടതല്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ഒരു കൂട്ടർ ഈ വിഭാഗീയത ഇങ്ങനെ രൂക്ഷമായപ്പോ പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എത്തി. ഒരു കൂട്ടർ പറയാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ അതില്ല, അതിപ്പോ ഈ ബൾബിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുന്ന ഈച്ചകൾ, പ്രാണികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഇതൊക്കെയാണ് ജിന്ന്, അതിനപ്പുറമൊന്നുമില്ല. അപ്പൊ വേറെ കൂട്ടർ പറയാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല, ജിന്ന് അത് കാര്യപ്പെട്ട വിഭാഗം തന്നെയാണ്. നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നൊക്കെ നമ്മുടെ സ്ത്രീകൾ ചൂടുവെള്ളം പുറത്തേക്കൊന്നും ഒഴിക്കാൻ പാടില്ല, ചിലപ്പോൾ ജിന്നിന്റെ ശരീരത്തേക്ക് തട്ടിപ്പോകും, ജിന്ന് പൊള്ളിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ചൂടുവെള്ളം പുറത്തേക്ക് ഒഴിക്കാൻ പാടില്ല. ജനലും വാതിലൊന്നും പെട്ടെന്ന് അടക്കാൻ പാടില്ല, അതൊക്കെ സൂക്ഷിച്ച് അടക്കാൻ പാടുള്ളൂ, ജിന്ന് വാതിലിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ ജിന്നിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് പരോക്ഷമായി മനുഷ്യന് ഉപകാരം ഉപദ്രവമൊക്കെ ചെയ്യാൻ കഴിയും, അവരുടെ സഹായം സ്വീകരിക്കാം, അതൊന്നും ശിർക്കല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പൊ ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ബാക്ടീരിയകളും വൈറസുകളും ഈച്ചകളും പ്രാണികളും കൊതുകുകളും ഒക്കെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൽ തന്നെ പുതിയൊരു വിഭാഗം വരുന്നു, അല്ല ജിന്നിന്റെ സഹായം സ്വീകരിക്കാം, അത് ശിർക്കൊന്നുമല്ല, അത് തൗഹീദിന്റെ ഭാഗമായിട്ട് തന്നെ എണ്ണപ്പെടേണ്ടതാണ്, ജിന്നിന്റെ സഹായം സ്വീകരിക്കാം എന്ന് പറയുന്നൊരു വിഭാഗം. ഇങ്ങനെ 3-4 വിഭാഗമായിട്ട് മുജാഹിദ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ജിന്നുണ്ട്, അവർക്ക് പരോക്ഷമായും മനുഷ്യന് ഉപകാര ഉപദ്രവമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ സഹായം സ്വീകരിക്കാൻ പാടില്ല, അത് ശിർക്ക് തന്നെയാണ്. ഇങ്ങനെ 3-4 ഗ്രൂപ്പായപ്പോൾ 5ാമത്തെ ഒരു ഗ്രൂപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു ഈ ജിന്നു ഇൻസൊക്കെ പോകട്ടെ, സംഘടന തന്നെ ബിദ്അത്താണ്, സംഘടന തന്നെ ബിദ്അത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ജനറൽ ബോഡിയും കമ്മിറ്റി ഒന്നും ഇല്ലല്ലോ, അതൊക്കെ എപ്പോഴല്ലേ ഉണ്ടായത്, അതുകൊണ്ട് സംഘടന തന്നെ ബിദ്അത്താണ്. സംഘടന ബിദ്അത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറെ സംഘടന ഉണ്ടാക്കി. ഇങ്ങനെ മുജാഹിദ് വിഭാഗം 5-6 ഗ്രൂപ്പുകളായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും 4-അംഗ രാഷ്ട്രീയ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറ്റി മാറ്റി പറയുന്ന അവകാശവാദങ്ങളല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുബന്ധ പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ ഉദ്ധരിക്കുന്ന കാര്യങ്ങളാണ്. നാം മനസ്സിലാക്കേണ്ടത് ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഇതേപോലെ കോമാളിക്കളി കളിക്കേണ്ട വിഷയമാണോ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? അവ മതസംഘടനകൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെയാണ് വിശുദ്ധരായ സത്യസന്ധരായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് കൊണ്ട് മാത്രം ദീനിന്റെ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു പണ്ഡിത നേതൃത്വത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നത്. കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാത്ത ഏത് മതസംഘടനകളെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ മതസംഘടനകൾക്കെല്ലാം ഈ വലിയ അപകടങ്ങളും അപജയങ്ങളും സംഭവിച്ചതായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഈ അപജയങ്ങൾ ഇത് അപകടകരമാണ്.
ഈ അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതസംഘടനകൾ എന്ന പേരിൽ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കൾ എന്ന പേരിൽ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വച്ച് മനോഹരമായ രീതിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് ലഘുലേഖകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവരെ ഈമാൻ അപകടത്തിലാപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ സത്യസന്ധമായി ദീനിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മുന്നോട്ട് പോകുന്ന മഹല്ല് സംവിധാനങ്ങളെ ഭദ്രമാക്കി നിലനിർത്തുക എന്ന് പറയുന്നത് നാളത്തെ തലമുറയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നമ്മുടെ സൂഫി വര്യന്മാരും ഉലമാക്കളും ഉമറാക്കളും അവരധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ നേരത്തെ ജബ്ബാർ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാർ മംഗലാപുരത്ത് വന്നുകൊണ്ട് തമ്പടിച്ചുകൊണ്ട് അവിടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ചുമട്ടുതൊഴിലാളികൾ അവർ നാണയത്തൊട്ടുകൾ ശേഖരിച്ചുകൊണ്ട് മഹാനായ ശംസുൽ ഉലമയെ കൊണ്ടുവന്നുകൊണ്ട് ദീർഘനാളുകൾ വയല് പറയിപ്പിച്ചുകൊണ്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ബിദഈ പ്രസ്ഥാനക്കാരെ പ്രതിരോധിച്ചു നിർത്തുവാൻ അന്ന് ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളില്ല, സൗകര്യങ്ങളുടെ കുറവില്ല, ആളുകളുടെ കുറവില്ല, സംവിധാനങ്ങളുടെ കുറവില്ല. പക്ഷേ ഇന്ന് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു നിൽക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആദർശമാണ് എന്ന് തിരിച്ചറിയാത്ത ഒരു സാധാരണ ബുദ്ധി കൊണ്ട് അന്വേഷിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രയാസമോ ഒരു വിഷയമോ ഇന്നില്ല. കാരണം അത്രമേൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതെല്ലാവർക്കും ബോധ്യമാണ്, എല്ലാവർക്കും ബോധ്യമാണ്. എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർക്ക് പോലും അറിയാം, വിഘടിത വിഭാഗങ്ങൾക്ക് പോലും അറിയാം, അല്ലെങ്കിൽ മറ്റു മതസംഘടനകൾക്ക് പോലും അറിയാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മതപരമായ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളവരാണ് ഇവിടുത്തെ മറ്റു മതസംഘടനകളെല്ലാം. എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സമൂഹത്തിൽ നേടിയെടുത്ത വിശ്വാസ്യത എന്ന് പറയുന്നത് അതാണ്. ആ വിശ്വാസ്യത സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഒരു റമദാനിലെ അവസാനത്തെ ദിവസം നാളെ ചെറിയ പെരുന്നാളാകുമോ എന്ന ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം കോഴിക്കോട് നഗരത്തിന് തൊട്ടടുത്ത് മുഹദാർ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് മുസ്ലിം സഹോദരന്മാർ മാസപ്പിറവി കണ്ടു. പിറ്റേ ദിവസം കണക്ക് പ്രകാരം പെരുന്നാളാവാൻ സാധ്യതയുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പ്രവചിച്ചിട്ടുണ്ട്. കാഴ്ചപ്രകാരം കൂടി നമ്മുടെ കാദിമാർ ഉറപ്പിച്ചാലേ ഇവർക്ക് ഉറപ്പിക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ, സ്വാഭാവികമാണല്ലോ. ആയിരിക്കുന്ന ആ ശക്കിന്റെ ദിവസത്തിലാണ് കോഴിക്കോട് നഗരത്തിനടുത്ത് ഈ മുഹദാർ എന്ന് പറയുന്ന പ്രദേശത്ത് 2 മുസ്ലിം സഹോദരന്മാർ മാസപ്പിറവി കണ്ടു. മുജാഹിദ് വിഭാഗത്തിൽ ഈ രൂക്ഷതയും ഭിന്നിപ്പൊക്കെ ചേരിതിരിഞ്ഞിങ്ങനെ ഓരോ മുജാഹിദ് പള്ളിയിലും അടി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2 മുസ്ലിം സഹോദരന്മാർ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞപ്പോ ഒരു മടവൂർ വിഭാഗം മുജാഹിദിന്റെ പ്രവർത്തകൻ ഇവർ 2 ആളെയും അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി പെട്ടെന്ന് ഹുസൈൻ മടവൂറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി. എന്നിട്ട് ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവിനോട് പറഞ്ഞു, കണക്ക് പ്രകാരം ഏതായാലും നാളെ നമുക്ക് പെരുന്നാൾ ഉറപ്പിക്കാം. ഇതാ ഇവർ 2 പേരും ഞാൻ നേരിട്ട് പരിചയമുള്ളവരാണ്, സത്യസന്ധരാണ്. ഇവർ 2 പേരും മാസപ്പിറവി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ നിങ്ങളോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി ഇപ്പോൾ തന്നെ നിങ്ങൾ മാസപ്പിറവി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ആദ്യം ചെറിയ പെരുന്നാൾ ഉറപ്പിക്കുന്ന സംഘടന നമ്മളായിരിക്കും. ഒരു സംഘടനാ പ്രവർത്തകൻ്റെ ആഗ്രഹമാണ്. കാരണം കണക്ക് പ്രകാരം ഏതായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി കാഴ്ച പ്രകാരം 2 ആളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഹുസൈൻ മടവൂറിന് അപ്പോൾ ചെറിയ പെരുന്നാളായിട്ട് ഉറപ്പിക്കാം. ഹുസൈൻ മടവൂർ ഈ വന്ന 2 ആളുകളോട് പേര് പോലും ചോദിക്കാതെ ഹുസൈൻ മടവൂർ പറഞ്ഞു, ഇവർ 2 പേരെയും കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്തയുടെ ഓഫീസിൽ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. കാരണം എന്താണ്? ഹുസൈൻ മടവൂരിനറിയാം, ഞാൻ പെരുന്നാൾ ഉറപ്പിച്ചാൽ ആ പെരുന്നാൾ സ്വീകരിക്കാനൊന്നും കേരളത്തിലെ മുസ്ലിങ്ങളെ കിട്ടില്ല എന്ന് അദ്ദേഹത്തിനറിയാം. ഇത് കേരളത്തിലെ ദക്ഷിണ കന്നഡയിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിചയപ്പെട്ട, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തിരിച്ചറിഞ്ഞ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ സമസ്തക്കാർക്ക് മാത്രമല്ല സമസ്തക്ക് പുറത്തുള്ള മറ്റു മതസംഘടനകൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലുമുള്ള ഒരു വിശ്വാസമാണ്. അവർക്കറിയാം സമസ്ത പറഞ്ഞാലേ അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. വേറെ കൂട്ടർ മാസപ്പിറവി ഉറപ്പിച്ചിരുന്നല്ലോ, പിന്നെ അവരെ ജീവിതത്തിൽ മാസപ്പിറവി ഉറപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല.
കാരണം അപ്പോഴാണ് അവർക്കൊക്കെയുള്ള അംഗീകാരവും അവർക്കൊക്കെയുള്ള സ്വീകാര്യതയും മനസ്സിലായത്. അവർക്കുള്ള എൻ്റെ നാട്ടിലൊരു ഒരു ഒരു മൗലവിക്ക് പേര് തന്നെ ഉണ്ട്. ആ മൗലവിയുടെ പേര് സ്റ്റൂൾ ഖത്തീബ് എന്നാണ്. സ്റ്റൂൾ ഖത്തീബ്. ഈ പറയപ്പെട്ട മാസപ്പിറവി ഉറപ്പിച്ച സമയത്ത് ഞങ്ങളുടെ നാട്ടിലോ പരിസരത്തൊന്നും അവർക്ക് അങ്ങനെ ഒരു മാസപ്പിറവി അനുസരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇവർ പുഴയിൽ പോയി പുഴയുടെ മണൽപ്പുറത്ത് ഒരു 10-35 ആൾ കൂടിയിട്ട് പെരുന്നാൾ നിസ്കാരം നടത്തി. ആ പെരുന്നാൾ നിസ്കാരത്തിന് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി അവിടെ മെമ്പറൊന്നും ഉണ്ടാവില്ലല്ലോ, മണൽപ്പുറത്ത് ഒരു സ്റ്റൂളിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് ഇയാൾ ഖുതുബ ഓതി. അതിനിടയിൽ ഖുതുബക്കടയിൽ ഈ സ്റ്റൂൾ മറിഞ്ഞ് ഇയാൾ വീഴുകയൊക്കെ ചെയ്തു. അയാളുടെ പേരിപ്പോഴും മാസപ്പറി. ആ വിവാദം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറേയായി. പക്ഷെ അയാൾക്ക് ഇപ്പോഴും നാട്ടുകാർ വിളിക്കുന്ന പേര് സ്റ്റൂൾ ഖത്തീബ് എന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഓരോ സംഘടനകൾക്കും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? കേരളത്തിലെ ദക്ഷിണ കന്നഡയിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തിരിച്ചറിഞ്ഞവരൊക്കെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസ്യതയും അംഗീകാരവും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് വിവാദങ്ങളുണ്ടായാലും എന്ത് ബഹളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഏത് തലത്തിലുള്ള ചൂഷണങ്ങൾ നടത്താൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെ ശേഷിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വിവാദങ്ങൾ തുടക്കം കുറിക്കുന്ന കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെക്കുറിച്ച് ഒരൊറ്റ പ്രസ്താവന ഇറക്കിയിട്ടുള്ളൂ. ആ വിവാദപരമായിട്ടുള്ള ആ വസ്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട ചൂഷണത്തിൽ മുസ്ലിം സമുദായം വഞ്ചിതരാവാൻ പാടില്ല എന്നൊരൊറ്റ പ്രസ്താവനയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയിട്ടുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യാനും ആധികാരികത സ്ഥിരപ്പെടുന്നത് വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞു കേൾക്കുന്നതിൽ മുസ്ലിം സമുദായം വഞ്ചിതരാകാൻ പാടില്ല എന്ന് ഒരു പരസ്യ പ്രസ്താവന മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണ സമ്മേളനം നടത്തേണ്ടി വന്നിട്ടില്ല. പിൽക്കാലത്ത് ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നിട്ടില്ല. പിൽക്കാലത്ത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം അതിനുവേണ്ടി പ്രത്യേകം ചേരേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. സമസ്ത ഒറ്റ വാക്യേ പറഞ്ഞിട്ടുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ആധികാരികത സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ വിശ്വാസി സമൂഹമേ നിങ്ങൾ അതിൽ വഞ്ചിതരാവാൻ പാടില്ല എന്നൊരൊറ്റ വാക്യേ പറഞ്ഞിട്ടുള്ളൂ. സമസ്തയുടെ മുഷാവറയുടെ ആ പ്രഖ്യാപനം വന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അത് കൊണ്ട് നടക്കുന്ന ആളുകളുടെ മുഷാവറയോ അതിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സംഘടന പോലും ഔദ്യോഗികമായി ഈ നിമിഷം വരെ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നുവരെ ഒരു പ്രസ്താവനയോ ഒരു പ്രഖ്യാപനമോ നടത്തിയിട്ടില്ല. കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തോ സത്യമുണ്ട് എന്ന് അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് തന്നെ അറിയാം. പക്ഷെ ഇവിടെ പലതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ദീനിന്റെ നിയമങ്ങളോ മാനദണ്ഡങ്ങളോ അല്ല. അവനവന്റെ സുഖസൗകര്യങ്ങളും അവനവന്റെ കടപ്പാടുകളും അവനവന്റെ ഭാവി ജീവിതവും അവനവന്റെ യാത്രാ സൗകര്യങ്ങളും അവനവന്റെ വീടിന്റെ സൗകര്യങ്ങളും അവനവന്റെ തൊഴിലും സുരക്ഷിതവും അതിന്റെ ഭദ്രതയും ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് പല ആളുകളും ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിരിക്കുന്നുവെങ്കിൽ ഈ ദീനീ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം അല്ലെങ്കിൽ സമൂഹത്തിൽ നേരും നെറിയും തിരിച്ചറിയപ്പെടുന്നതിന്റെ മാനദണ്ഡം ഈ സാമ്പത്തികമായ കടപ്പാടുകളും ബന്ധങ്ങളും ആണെങ്കിൽ ഒരുപക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ മാനദണ്ഡങ്ങളൊന്നുമല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത് എന്ന് സാന്ദർഭികമായിട്ട് ഓരോരുത്തരും ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് വിവാദമുണ്ടാകുമ്പോഴും അവിടെയെല്ലാം മുസ്ലിം സമൂഹം വലിയ പ്രതിഷേധത്തോടുകൂടി വലിയ പ്രക്ഷോഭങ്ങളുമായി കടന്നു വരാറുണ്ട് എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആ സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം ഒരു വിശ്വാസി അവൻ സമ്പൂർണ്ണ വിശ്വാസിയാവണമെങ്കിൽ അവന്റെ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അവന്റെ മാതാപിതാക്കളെക്കാൾ ഭാര്യ സന്താനത്തിനേക്കാൾ ഈ ഭൂമി ലോകത്ത് അവനെന്തെല്ലാം വിലപിടിപ്പുള്ളതായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ അപ്പുറം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവോ
അന്നേ അവൻ സമ്പൂർണ്ണ വിശ്വാസിയാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ എന്ത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നാലും വിവാദങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സ്വാഭാവികമാണ്. മിണ്ടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. അത് മുൻകൂട്ടി തീരുമാനിച്ചുണ്ടാകുന്ന പ്രതികരണമല്ല, അത് മുൻകൂട്ടി തീരുമാനിച്ചുണ്ടാക്കുന്ന പ്രതികരണമല്ല, അത് സ്വാഭാവികമായ പ്രതികരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശത്രു വന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചക്ക് തെറി വിളിക്കുന്നൊരു രംഗമുണ്ടായി. വളരെ മോശമായ പദപ്രയോഗങ്ങളോട് തെറിപ്രയോഗം നടത്തുന്നു. തെറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തെറി വിളിക്കുന്നത് ആരാണ്? ജറാഹ് എന്ന് പറയുന്ന ഒരു അവിശ്വാസിയായ മനുഷ്യനാണ്, ശത്രുവാണ്. പക്ഷേ ആ തെറി വിളിക്കുന്ന ജറാഹിന്റെ പുത്രൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച, പ്രവാചകൻ അതിരേറ്റം സ്നേഹിക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിയാണ്. അപ്പൊ അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകന്റെ അടുത്തിരിക്കുന്നുണ്ട്. ആ അബൂ ഉബൈദയുടെ പിതാവായ എന്നാൽ ഇസ്ലാമിന്റെ ശത്രുവായ ജറാഹാണ് ദൂരെ നിന്നുകൊണ്ട് പ്രവാചകനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഹമ്മദെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഞാനുമായിട്ട് അടികൂടാനുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം പിതാവാണെങ്കിൽ പോലും തൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തെറി വിളിക്കുന്നത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മെല്ലെ പ്രവാചകൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വിളിക്കുന്നത് എൻ്റെ പിതാവാണ് ഒക്കെ ശരിയാണ്, പക്ഷേ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സമ്മതം തന്നാൽ എൻ്റെ പിതാവാണ് എന്നും ഞാൻ നോക്കൂല, ഞാനിപ്പോൾ അയാളെ ശരിയാക്കി തരാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു വീണ്ടും ജറാഹ് വന്നുകൊണ്ട് വീണ്ടും രൂക്ഷമായ ഭാഷയിൽ തെറിവിളിക്കാൻ തുടങ്ങി പ്രവാചകനെ. വീണ്ടും തെറിവിളിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴും അബൂ ഉബൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എനിക്ക് അനുമതി തരണം, ഞാൻ ആ ശത്രുവായ ഇസ്ലാമിന്റെ ശത്രുവായ ആ ജറാഹിനെ ഞാൻ ഇപ്പോൾ വകവരുത്തി തരാം, എൻ്റെ പിതാവാണ് എന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോഴും അബൂ ഉബൈദയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നീ ക്ഷമിക്കും, മിണ്ടാതിരിക്ക്, അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വീണ്ടും സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ജറാഹ് വന്നിട്ട് തെറിവിളിക്കാൻ തുടങ്ങി, വളരെ രൂക്ഷമായ മോശമായ ഭാഷയിൽ വീണ്ടും തെറിവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബിക്ക് തോന്നി, ഞാനിപ്പോൾ ഇനിയും പ്രവാചകൻ്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ ചെന്നാൽ സമ്മതം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനിതിപ്പോൾ തീരുമാനാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം പിതാവിൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി, ജറാഹ് എന്ന് പറയുന്ന സ്വന്തം പിതാവിൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ചു. എന്തായാലും സ്വന്തം പിതാവിൻ്റെ തലയിലെടുത്തിട്ട് എന്നെ ചീത്ത പറഞ്ഞു, എന്നെ മോശമായി രീതിയിൽ വെല്ലുവിളിച്ചു, ഇതൊക്കെയാണ് കാരണമെങ്കിൽ പോലും സ്വന്തം പിതാവിൻ്റെ തല ഒരു മകനെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രവാചകൻ്റെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നിട്ട് ആ സംഭവങ്ങളൊക്കെ വിവരിച്ചിട്ട് ഈ തലയെടുത്ത് വന്ന പിതാവിൻ്റെ തലയെടുത്ത് വന്ന അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സൂചിപ്പിച്ച വാചകം ഉലൈക ഹിസ്ബുല്ലാഹ് എന്നാണ്. ഇവൻ അള്ളാഹിൻ്റെ പാർട്ടിയാണെന്ന്, ഇവൻ അള്ളാഹുവിൻ്റെ പാർട്ടിയാണെന്ന്. സ്വന്തം പിതാവിൻ്റെ തലയെടുത്ത് വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിച്ച് അങ്ങനെ പ്രവാചകനോട് 2 തവണ അനുമതി ചോദിച്ചു, അനുമതി കൊടുത്തില്ല. 3ാമത്തെ തവണ അനുമതി ചോദിച്ചാൽ അനുമതി തരില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അനുമതി ചോദിക്കാൻ പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചക സ്നേഹം കൊണ്ട് സ്വന്തം പിതാവിന്റെ തലയെടുത്ത് വന്ന ആ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഉലൈക ഹിസ്ബുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഈ നിമിഷം വരെ ഖിയാമത്ത് നാൾ വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്ന, മോശപ്പെടുത്തുന്ന, ആ ചരിത്രങ്ങൾ വക്രീകരിക്കുന്ന ഏത് സാഹചര്യങ്ങൾ, ഏത് സമൂഹത്തിലും വിശ്വാസി സമൂഹം, ഈമാൻ അവശേഷിക്കുന്ന ഒരു സമൂഹം എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഇത് സംഘടനാപരമായ പ്രശ്നമൊന്നുമല്ല, ഇത് സംഘടനകൾ തമ്മിൽ പ്രശ്നമല്ല, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു വൈകാരികമായ വിഷയമാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വസ്തുക്കളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. അതുകൊണ്ട് ഏത് കൊണ്ടുവന്നാലും എന്തുകൊണ്ട് വന്നാലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് സമൂഹത്തിന് മുമ്പിൽ ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും അതിൽ നിന്ന് ബറക്കത്തെടുക്കാനും അത് കൊണ്ടു നടക്കുന്നവരെ പോലും ബഹുമാനിക്കാനും നമ്മളൊക്കെ സദാ സന്നദ്ധരാണ്. പക്ഷേ അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ, ആ ബന്ധമോ അതിന്റെ ആധികാരികതയോ ഈ നിമിഷം വരെ സമർത്ഥിക്കാൻ കഴിയാതെ എന്തെങ്കിലും സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവട ചരക്കാക്കി മാർക്കറ്റിലെ ഏതെങ്കിലും വസ്തുക്കളാക്കി അവതരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം അതിനനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും പ്രവർത്തിക്കുന്ന ഏത് പ്രദേശമാണെങ്കിലും ഏത് മഹല്ലാണെങ്കിലും അവിടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കുന്ന ഓരോ പ്രദേശത്തും അതിന്റെ അനുയായികളുടെ ശ്വാസോച്ഛ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഇതേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ എല്ലാം ആകത്തുക എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഇത് പണ്ഡിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അത്രയും സൂക്ഷ്മത പുലർത്തി എന്ന് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന് ലക്ഷക്കണക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൈമാറ്റം ചെയ്യപ്പെട്ട ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് വലിയ സംഭാവനകൾ അർപ്പിക്കപ്പെട്ട മഹാൻ ഇമാം ബുഖാരി തങ്ങൾ ഒരു കപ്പൽ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ യാത്രയിൽ നമ്മൾ സാധാരണ ബസ് യാത്ര പോലെയല്ല, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. സഹയാത്രികരുമായിട്ടൊക്കെ ഇങ്ങനെ കൂടി സംസാരിക്കും, പരിചയപ്പെട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് കിടന്നുറങ്ങും, അങ്ങനെ ആത്മസുഹൃത്തുക്കളായിട്ട് മാറും. കാരണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. കപ്പലിൽ ഇമാം ബുഖാരി തങ്ങളും സഹയാത്രിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികനോട് ഇമാം ബുഖാരി തങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഇതേപോലെയുള്ള യാത്രയിലൊക്കെ എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ ഞാൻ സ്വർണ്ണ നാണയങ്ങളാക്കി മാറ്റി അതൊരു ചെറിയ കിഴിയിലാക്കി വസ്ത്രത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു. യാത്രയിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് സമ്പാദ്യങ്ങൾ മുഴുവൻ സ്വർണ്ണ നാണയമാക്കി അതൊരു കിഴിയിലാക്കി വസ്ത്രത്തിനടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ സഹയാത്രികൻ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്തു. അത് ശരി, ഇയാളുടെ വസ്ത്രത്തിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞത് ഈ സഹയാത്രികൻ പ്രത്യേകം നോട്ട് ചെയ്തു. യാത്ര തുടരുകയാണ്. പിറ്റേ ദിവസം ഈ കപ്പലിൽ വെച്ചുകൊണ്ട് ഈ സഹയാത്രികൻ പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സ്വർണ്ണക്കിഴി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. ഈ സഹയാത്രികൻ എൻ്റെ സ്വർണ്ണക്കിഴി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ യാത്രക്കാരൊക്കെ ഒരുമിച്ച് കൂടി. കാരണം കപ്പലിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാനില്ല, ആരും അകത്തേക്ക് വരാനില്ല, നടുക്കടലിലുള്ള യാത്രയല്ലേ. അപ്പോൾ കള്ളൻ എന്തായാലും ഇപ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ച് അവിടെ പരിസരം ആകെ പരിശോധിച്ചു, ആകെ അന്വേഷിച്ചു. അവിടെ ഒന്നും അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. അവസാനം ഈ ബഹളം വെച്ച ആ സഹയാത്രികനെ രണ്ടാൾ മാത്രം ഒറ്റക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, നമ്മുടെ ഈ കപ്പലും പരിസരമൊക്കെ ആകെ പരിശോധിച്ചു, അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട യാത്രക്കാരെങ്കിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹയാത്രികൻ മഹാനായ ഇമാം ബുഖാരി തങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യനത് മോഷ്ടിച്ചു എന്നെനിക്ക് ബലമായ സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാൾ ഇമാം ബുഖാരി തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കൂടെ ഇത്രയും ദിവസം യാത്ര ചെയ്യുന്ന നമ്മുടെ സഹയാത്രികൻ്റെ സ്വർണ്ണക്കിഴിയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങളത് മോഷ്ടിച്ചു എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദേഹപരിശോധന നടത്താൻ സമ്മതം തരണമെന്ന് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ രണ്ട് കൈ ഉയർത്തി പരിശോധിച്ചോളാൻ പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങളുടെ ദേഹമാസകലം പരിശോധിച്ചു, അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. അപ്പം നിങ്ങളുടെ പെട്ടിയും ഭാണ്ഡമൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അവിടെയൊക്കെ പരിശോധിച്ചു. ഇമാം ബുഖാരി തങ്ങൾ ഇരുന്ന ആ പ്രദേശം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പെട്ടും ഭാണ്ഡമൊക്കെ ആകെ പരിശോധിച്ചു. അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. ഇത് കണ്ടെത്താതായപ്പോൾ ഈ ബഹളം വെച്ച ആളെ ഇവർ രണ്ടുപേരും ദൂരേക്ക് വിളിച്ചിട്ട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഒരു നിരപരാധിയുടെ പേരിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പാടുണ്ടോ? നിനക്ക് അങ്ങനെ ഉറച്ച വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മോഷ്ടിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? ഇപ്പോൾ നമുക്കിടയിൽ അദ്ദേഹത്തിനൊരു റിമാർക്ക് വന്നില്ലേ?
എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയതുമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ബഹളം വെച്ചതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കുറേ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഓരോരുത്തരും അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും ഇരിപ്പിടങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ ബഹളം വെച്ച യാത്രക്കാരൻ വീണ്ടും ഇമാം ബുഖാരി തങ്ങളുടെ അടുത്തേക്ക് പോയിരുന്നു. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ അടുത്ത് ആ കിടിയില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ ആ കിടിയില്ലേ എന്ന് ചോദിച്ചു. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വർണ്ണ നാണയം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, നിനക്ക് സ്വർണ്ണ നാണയം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, എന്നെ ഒരു കള്ളനാക്കണോ? ഈ ആളുകൾക്കിടയിൽ എന്നെ ഒരു മോശക്കാരനാക്കണോ? ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താ നിനക്കറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ശേഖരിച്ച്, അത് കേവലം ഹദീസ് ശേഖരിക്കുകയല്ല, ആ ഹദീസുകൾ കടന്നു വന്ന പരമ്പരകൾ പോലും സംശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തി, അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറയാവുന്നതാണെന്ന് ഉറപ്പുവരുത്തി, അത്രയും സംശുദ്ധമായ പരമ്പരകളിലൂടെ കടന്നു വന്ന ഹദീസുകൾ മാത്രം കടഞ്ഞെടുത്തുകൊണ്ട് അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഹദീസുകളായി നിവേദനം ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട, ഈ ലോകത്ത് ഒരു സത്യവിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നെക്കുറിച്ചൊരു മോഷ്ടാവായിട്ട് നീ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയായി മനസ്സിലാക്കാം, ഒരുപക്ഷെ യാത്രക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് എന്റെ നിരപരാധിത്വം പറഞ്ഞു മനസ്സിലാക്കാം, ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് എന്റെ നിരപരാധിത്വം മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് അവസരമുണ്ടായിക്കാം. പക്ഷേ ഞാൻ എന്റെ മരണശേഷം 1-2 തലമുറകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത്, ആ ചർച്ചകൾക്കിടയിൽ ആ ഇമാം ബുഖാരി എന്ന് പറയപ്പെടുന്ന ആ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തി ഒരു ദിവസം ഒരു കപ്പൽ യാത്ര നടത്തിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു മോഷണ ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം അത്രത്തോളം വിശ്വസ്തനല്ല എന്ന് പിൽക്കാല പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ചർച്ച വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖേന ലോകത്തിന് കൈമാറപ്പെട്ടിട്ടുള്ള മുഴുവൻ ഹദീസുകളും ദുർബലപ്പെടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന വലിയൊരു അപകടകരമായ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്റെ വിശുദ്ധിയും എന്റെ സത്യസന്ധതയും എന്റെ വിശ്വാസ്യതയും നിലനിർത്താൻ വേണ്ടി നീ ആ ബഹളം വെച്ച സമയത്ത് തന്നെ എന്റെ അരയുടെ എന്റെ വസ്ത്രത്തിനടിയിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണക്കിടി എടുത്തുകൊണ്ട് ഞാൻ കടലിലേക്ക് എറിഞ്ഞിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഈ മനുഷ്യന്റെ മുമ്പാകെ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സമൂഹത്തിൽ പറയുമ്പോൾ, പ്രവാചകന്റെ ഹദീസുകളെ കുറിച്ച് പറയുമ്പോൾ, ആ ഹദീസുകൾ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പണ്ഡിതനെ എടുക്കുന്ന സൂക്ഷ്മതയാണെങ്കിൽ അത് കേവലം ഇമാം ബുഖാരി തങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, പിൽക്കാല പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ എന്ത് പറയുമ്പോഴും എന്ത് പ്രചരിപ്പിക്കുമ്പോഴും അതെല്ലാം ആ സത്യസന്ധതയും ആ വിശ്വാസ്യതയും നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുസ്ലിം സമൂഹത്തിനിടയിൽ പറയാൻ പാടുള്ളൂ എന്ന തിരിച്ചറിവാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സൂക്ഷ്മതയും ഈ സത്യസന്ധതയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പണ്ഡിതന്മാരും ഇക്കാലം അത്രയും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ പണ്ഡിതന്മാരും ഈ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനുശേഷം കടന്നു വന്നിട്ടുള്ള ഓരോ പണ്ഡിതന്മാരും, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുൾപ്പെടെ അവരുടെ എല്ലാം ജീവിതത്തിൽ അത് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത്രയും സത്യസന്ധമായി നാളെ ഇതിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യത്തോടു കൂടി മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറക്ക് മുമ്പാകെ ഒരു കത്ത് വരുന്ന ഒരു മഹല്ല് കമ്മിറ്റിയിൽ നിന്ന്. അവരെ പരാതി എന്താണ്? ആ മഹല്ലിൽ എന്തോ ഒരു ത്വരീഖത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മഹല്ല് കമ്മിറ്റി ജനബോഡി യോഗം കൂടിയിട്ട് ഈ ത്വരീഖത്തിനെ നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ചോദിക്കാം, സമസ്തയുടെ തീരുമാനം അനുസരിച്ച് കൊണ്ട് നമുക്ക് മഹല്ല് കമ്മിറ്റിക്ക് തീരുമാനം എടുക്കാം എന്ന് തീരുമാനിച്ച് സമസ്തയിലേക്ക് കത്ത് കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറയിൽ കത്ത് ചർച്ച ചെയ്തു. ആ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതി അതിനെക്കുറിച്ച് പഠിച്ച് തൊട്ടടുത്ത മുഷാവറ യോഗത്തിൽ അവരുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ആ സമിതി പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പാകെ വന്ന ഈ കത്ത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ സബ് കമ്മിറ്റിയായി ഈ ത്വരീഖത്തിനെ കുറിച്ച് പഠിക്കാനും വേണ്ടി ഞങ്ങളെ നിയോഗിച്ചു. അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു. ആ പഠനമനുസരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണ പ്രകാരം, നമ്മുടെ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണ പ്രകാരം ഇതൊരു വ്യാജ ത്വരീഖത്താണ്. ഞങ്ങൾ അന്വേഷണത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഞങ്ങൾ നടത്തിയ അന്വേഷണ പ്രകാരം ഇതൊരു വ്യാജ ത്വരീഖത്താണ്.
അതിനുള്ള എല്ലാ തെളിവുകളും ന്യായങ്ങളും മുഷാവറക്ക് മുമ്പാകെ സമർപ്പിച്ചു. എല്ലാ തെളിവുകളും ന്യായങ്ങളും മുഷാവറക്ക് മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ഒരു സംവാദവേദി പോലെ മുഷാവർ അംഗങ്ങൾ പരസ്പരം അതിനെക്കുറിച്ച് നിരന്തരമായി ചോദ്യോത്തരങ്ങളായി അത് സംബന്ധമായിട്ട് മുടിനാരിയുടെ കീഴിക്കൊണ്ടുള്ള ദീർഘമായ ഒരു ചർച്ച തന്നെ ആ മുഷാവറ യോഗത്തിൽ നടന്നു. അങ്ങനെ ആ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പണ്ഡിതന്മാർക്കും ബോധ്യപ്പെടുന്നു, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി നമ്മൾ നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ ഇതൊരു വ്യാജ ത്വരീഖത്താണ് എന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു. അങ്ങനെ ആ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് അതൊരു വ്യാജ ത്വരീഖത്താണ് എന്നവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. സമസ്ത കേരള ജമിയത്തിനുടെ കേന്ദ്ര മുഷാവറ പ്രഖ്യാപിക്കാൻ പോവാണ്. ആ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ആ യോഗത്തിൽ അധ്യക്ഷൻ എഴുന്നേറ്റുന്നുകൊണ്ട് മുഷാവറ അംഗങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഒരു ത്വരീഖത്തിനെ കുറിച്ച് സമസ്തയുടെ തീരുമാനം ചോദിച്ചുകൊണ്ട് കത്ത് വന്നു. ആ കത്തനുസരിച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ സമിതി ഉണ്ടാക്കി. ആ സമിതി അതിനെക്കുറിച്ച് പഠിച്ച് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് നമ്മൾ ദീർഘസമയം ഇവിടെ ചർച്ച ചെയ്തു. നമുക്കെല്ലാം ബോധ്യമായിരിക്കുന്നു ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം വ്യാജ ത്വരീഖത്താണ്, മുസ്ലിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റാവുന്ന ത്വരീഖത്തല്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുത്ത ഓരോ പണ്ഡിതന്മാരോടും വെവ്വേറെയായിട്ട് ഞാൻ വീണ്ടും പ്രത്യേകമായിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത മുഷാവറയിലെ യോഗാധ്യക്ഷൻ എഴുന്നേറ്റുന്നുകൊണ്ട് ആ മുഷാവറ അങ്ങോട്ട് ചോദിക്കുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഒരു ത്വരീഖത്ത് വ്യാജമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാളെ അത് ലോകമറിയും. സമസ്ത ആ ത്വരീഖത്തിനെ അത് വ്യാജ ത്വരീഖത്താണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ സമസ്തയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു മനുഷ്യനും പിന്നെ ആ ത്വരീഖത്തിന്റെ പിറകെ പോകില്ല. സമസ്തയിൽ വിശ്വാസം അർപ്പിക്കുന്ന ആരെങ്കിലും ആ ത്വരീഖത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സമസ്തയുടെ മുഷാവറ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീണ്ടും ഇതെല്ലാം നമുക്ക് ബോധ്യമാണ്, പക്ഷെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗാധ്യക്ഷൻ മുഷാവറങ്ങളോട് 3 തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് വ്യാജ ത്വരീഖത്താണ് എന്ന് നമ്മൾ തീരുമാനമെടുത്തതിന്റെ പേരിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മൾ ആരെങ്കിലും ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് 3 തവണ ആവർത്തിച്ച് ചോദിച്ചു. മുഴുവൻ മുഷാവറങ്ങളും ഒരിക്കലുമില്ല നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം നമ്മുടെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഇത് വ്യാജ ത്വരീഖത്താണെന്ന് നമുക്ക് സത്യസന്ധമായി ബോധ്യം വന്നിരിക്കുന്നു, ഇത് സമൂഹത്തോട് തുറന്നു പറയാവുന്നതാണ് എന്ന് 3 തവണ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഓരോരുത്തരുടെയും കൃത്യമായ സമ്മതം കിട്ടിയതിന് ശേഷമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ ത്വരീഖത്ത് വ്യാജമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തിനിടയിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ പ്രത്യേകതയാണ്. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ താക്കു ഉസ്താദൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുവിന്റെ പുറത്ത് ഒരു കാലത്തും ഖിയാമത്ത് നാൾ വരെ കണ്ടെത്താൻ പാടില്ലാത്ത വളരെ അപകടകരമായ മുസ്ലിം സമൂഹത്തെ കൊല ചെയ്യുന്നതിന് വേണ്ടി, ലോകത്ത് ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ഇന്നും ഈ നിമിഷവും കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ സിംബൽ പതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് എങ്ങനെ ഒരു സത്യവിശ്വാസി വിശ്വസിക്കും? അവിടെയല്ലേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ വസ്തുതകൾ മനസ്സിലാകേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച അത്രയും ഷറഫാക്കപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കാലാകാലങ്ങളിലും അത് പരിശുദ്ധമാണ്, വിശുദ്ധമാണ്. ആ വിശുദ്ധമായ വസ്തുവിന്റെ മുകളിൽ ലോകത്തെ മുസ്ലിം സമൂഹത്തെ ചുട്ടരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്ന ഈ സമുദായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു രാജ്യത്തിന്റെ ചിഹ്നം അതിന്റെ മുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ പിന്നിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു പണ്ഡിതനല്ല, ഒരു പണ്ഡിത സംഘടനയല്ല, കേവലം ഒരു മതസംഘടനയല്ല, അത് കേരളത്തിൽ നിന്ന് പോലുമല്ല, ഇന്ത്യയിൽ നിന്ന് പോലുമല്ല, അതൊരു പക്ഷേ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തെ ഇസ്ലാമിക സമൂഹത്തെ ഷണ്ഡീകരിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഏതോ വിഭാഗമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതുള്ളത്. കാരണം നമുക്കൊക്കെ അറിയാം, ഏത് മനുഷ്യന്റെ സാധാരണ ബുദ്ധി കൊണ്ട് പരിശോധിച്ചാലും അറിയാവുന്ന ഒരു സംഗതി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പേരിൽ കളവ് പറയാൻ പാടില്ല എന്നറിയാത്തവരല്ല ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാൻ പാടില്ല എന്നറിയാത്തവരല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പറയാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ടും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യസന്ധമായി ദീനിൽ വിശ്വസിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസിയും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കാനും മനസ്സിലാക്കാനും പരിശോധിക്കാനും ഇത്തരത്തിലുള്ള സുവർണാവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനായ നാസർ ഫൈസി കൂടത്തായി ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ബഹുമാനായ തങ്ങൾ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലമായി മുസ്ലിം ഉമ്മത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ദിശാബോധത്തിന്റെ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ടറിയാം. സത്യസന്ധമായി മാത്രം വിശുദ്ധമായി മാത്രം ദീനിന്റെ നന്മകൾ കൈകാര്യം ചെയ്യപ്പെട്ടുള്ള മഹാന്മാർ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പാരമ്പര്യം അതിന്റെ ചരിത്രത്തിലെ ഈ 8 പതിറ്റാണ്ട് കാലത്തിലുള്ള ഈ ഉന്നതമായ പാരമ്പര്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം ഈ സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും അടയാളമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏതൊരു സംഘടനയും ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ 2 കാര്യമാണ് പറഞ്ഞ് പരിചയപ്പെടുത്താനുണ്ടാവുക. 2 കാര്യമാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഒന്ന്, ആ സംഘടനക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയും. ആ നേതാവിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയും. ആരാണെങ്കിലും ഒരു സംഘടന ഒരു പ്രസ്ഥാനത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന രീതി എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ കാണാറുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നു. പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പാർട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ്? ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്നയാളാണ്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഇന്നതാണ്, അദ്ദേഹം ഇത്ര മഹാനാണ്, അദ്ദേഹം ഇത്തരത്തിലുള്ള ഭരണ നൈപുണ്യമുള്ളയാളാണ് എന്നൊക്കെ പറയും. രണ്ടാമത്, ആ പാർട്ടിയുടെ നയം ഇന്നതാണ്, അതിന്റെ സമീപനം ഇന്നതാണ്, അതിന്റെ ആദർശം ഇന്നതാണ്. ഇത് പറയാറുണ്ട്. സാധാരണ സമൂഹത്തിന് മുമ്പിൽ ഏത് പ്രസ്ഥാനം പരിചയപ്പെടുത്തുമ്പോഴും അതിന്റെ ലീഡർഷിപ്പിനെ പരിചയപ്പെടുത്തും. രണ്ടാമത് അതിന്റെ ആശയത്തെ പരിചയപ്പെടുത്തും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും അതിന്റെ നേതൃത്വത്തെക്കുറിച്ച് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ കോയക്കുട്ടി ഉസ്താദ്, അതേപോലെ ചെറുശ്ശേരി ഉസ്താദ് വരെയുള്ള ദീർഘമായ ആ 8 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തിലെ ഓരോ കണ്ണികളെയും അഭിമാനത്തോടുകൂടി നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശത്തെക്കുറിച്ച്, ആദർശത്തിന്റെ പ്രാമാണികതയെക്കുറിച്ചും പരിചയപ്പെടുത്താൻ സാധിക്കും. എന്നാൽ സമസ്തയുടെ ഖാദിമീങ്ങളായ നമുക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മൂന്നാമത്തൊരു കാര്യമുണ്ട്. ആ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം അത്രയും വിഭാവന ചെയ്ത ആദർശങ്ങളും തത്വങ്ങളും നിലപാടുകളും നയങ്ങളും അതിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും സത്യസന്ധമായിരുന്നു. അത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ അടുത്ത കാലത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ സമസ്തയുടെ ഖജാൻജിയായിരുന്ന മഹാനായ പാറന്നൂർ ഉസ്താദ് വരെയുള്ള ആ ദീർഘമായ പരമ്പരയിൽ നമ്മോട് വിട പറഞ്ഞ ഓരോ പണ്ഡിതന്മാരുടെയും അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷിയായ, അതിന്റെ സാക്ഷികളെ നിങ്ങൾക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പരിശോധിക്കാം, അവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ച് അന്വേഷിക്കാം. അവരോട് അന്വേഷിച്ചാൽ അറിയാം, ഈ പണ്ഡിതന്മാരെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ പണ്ഡിതന്മാരോട് എല്ലാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ വളരെ സത്യസന്ധമായി, വളരെ വിശുദ്ധമായി, പുഞ്ചിരിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അക്ഷരശുദ്ധിയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സ്ഫുടമായി ഉച്ചരിച്ചുകൊണ്ട് എത്രയോ സാക്ഷികൾ മുഖേന അങ്ങനെ മരണപ്പെട്ടു എന്നത് നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ മാത്രം കാണാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും അത് വിഭാവന ചെയ്യുന്ന ആദർശത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും അത് രണ്ടും സത്യസന്ധമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ ആലിമും നമ്മോട് വിട പറഞ്ഞു പോകുന്ന ആ മരണം പോലും സാക്ഷ്യപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സത്യസന്ധമായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രീതിക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന കക്ഷിയാണ് എന്ന് അവരുടെ മരണം സാക്ഷ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അവസാനമായി ഉച്ചരിച്ച വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാചകം
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെടാവുന്ന സംഗതിയാണ്. ഞാനതിൻ്റെ മറുവശം പറയുന്നില്ല, നിങ്ങൾക്ക് ആലോചിക്കാം. അതിൻ്റെ മറുവശം ഞാൻ പറയുന്നില്ല, നമ്മുടെ മാന്യത കൊണ്ട് ഞാൻ മറച്ചു വെക്കുന്നു. പക്ഷേ സ്വതന്ത്രമായി നിങ്ങൾക്ക് അന്വേഷിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 8.5 പതിറ്റാണ്ട് കാലത്തിൻ്റെ ചരിത്രത്തിനിടയിൽ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും മൂല്യങ്ങളും അള്ളാഹുവിൻ്റെ ദീനിക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിരുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നു എന്ന് മരണത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവരെ പോലെ ജീവിക്കാൻ പരിശ്രമിക്കാനും അവരെ പോലെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയനായ ഈ സംഗമത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ സന്നിഹിതനായ സയ്യിദ് അലി തങ്ങൾ കൊമ്പോൽ തങ്ങളവറുകളെ, സ്റ്റേജിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ സമസ്തയുടെ മഹാസമ്മേളനം, പരിശുദ്ധമായ ഈ ഇൽമിൻ്റെ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്നുകൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു അവൻ്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരായ ഉലമാക്കളുടെ കൂടെ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും സദുദ്ദേശങ്ങളെ മുഴുവനും സഫലീകരിച്ചു തരുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നാമധേയത്തിൽ നമ്മുടെ ഈ പ്രദേശത്തും സമീപ സ്ഥലങ്ങളിലുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രിയാസമടിയുടെയും SKSSFന്റെ മഞ്ഞനാടി ശാഖാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു സമ്മേളനം നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിലെ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ വിധത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം മഞ്ഞനാടി ഉസ്താദിൻ്റെ നാമധേയത്തിലാണ് ഈ നഗർ നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിൻ്റെയും ഒക്കെ മഹനീയമായ ആത്മീയ സദസ്സും ആത്മീയ സാന്നിധ്യവും ഈ സദസ്സിന് ഉണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ സുന്നി സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സദസ്സാണ് എന്ന കാര്യത്തിൽ തീരെ തർക്കമില്ല. കളങ്കമില്ലാത്ത, തെറ്റില്ലാത്ത, നിഷ്കളങ്കരായ ഒരുപാട് ഉലമാക്കളുടെ സാന്നിധ്യം, ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ സഫലീകരണമായി ഇന്നിവിടെ വെച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ സ്ഥലം നമുക്ക് വേണ്ടി സംവിധാനമൊരുക്കിയ ഒരു ബഹുമാന്യ സുഹൃത്തുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ.
നേരത്തെ ഇവിടെ പ്രസംഗിച്ചതുപോലെ ഒരു ബഹുമാന്യനായ ഉസ്താദ് ഒരുപാട് ദിവസക്കാലം ഈ സമ്മേളനത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം നമ്മോട് വിട പറയുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരാശയ സമ്മേളനം നടത്താൻ ഈ ശാഖാ പ്രദേശത്ത് ഇത്രമാത്രം ജനസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമപ്രദേശത്ത് സമസ്തക്ക് മാത്രമേ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ സാധിക്കൂ എന്ന കാര്യം തീർച്ചയാണ്. ഈ പ്രദേശം ഒരുപാട് കഥ പറയുന്ന ചരിത്ര ഭൂമികയാണ്. നേരത്തെ റേഞ്ചിൻ്റെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമ്പരാഗതമായ ഇസ്ലാമിൻ്റെ ചൈതന്യം സമസ്ത സൂക്ഷിച്ചതിൻ്റെ കൈമുതലും പറഞ്ഞുകൊണ്ട് ഈ നാട് എത്ര കണ്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ പിന്തുടർച്ചയിലാണ് ഇന്നും ഈ സമ്മേളനം. 87 കൊല്ലത്തെ പഴക്കമുള്ള ഏകദേശം 9 പതിറ്റാണ്ടിൻ്റെ പഴക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ മഹനീയ പ്രസ്ഥാനത്തോട് കണ്ണിച്ചേർക്കപ്പെട്ട നാടാണിത്. ഈ മണ്ണിലെ ഓരോ കാൽപാദവും ഓരോ തരി മണലും ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥ പറയുന്ന നാടാണ്. കേവലം 25 വയസ്സിൻ്റെ പാരമ്പര്യമല്ല ഈ മണ്ണിനുള്ളത്. കേവലം ബിദഈ പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമല്ല ഈ പ്രദേശത്തിനുള്ളത്. മഹാന്മാരായ ഉലമാഇന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നാടുള്ളത്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ജനങ്ങളെ വടിതെറ്റിച്ചുകൊണ്ടും ആരെങ്കിലും താൽക്കാലികമായി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ നാട് ബഹുമാനപ്പെട്ട ഉലമാഇനോട് ബന്ധപ്പെട്ടുകൊണ്ട് 9 പതിറ്റാണ്ടിൻ്റെ ചരിത്രം പറയുന്ന നാടാണ്. അത് ഈ സമ്മേളനം അടയാളപ്പെടുത്തുകയാണ്. ഇനിയും ഈ ചരിത്രത്തിൻ്റെ മണ്ണിൽ സമസ്തയുടെ സമ്മേളനങ്ങൾ കഥ പറയാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ സമസ്തയുമായി ഖിയാമത്ത് നാൾ വരെ ബന്ധിപ്പിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായ പ്രസംഗം ഇവിടെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ദുആ സദസ്സ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. നമ്മളേറെ കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഈ കൂട്ടത്തിൽ നമ്മുടെ ഈ സമ്മേളനം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നമ്മുടെ കന്നഡയിലെ ഭാഷ അറിയുന്നവരും മലയാളി സുഹൃത്തുക്കളും ദക്ഷിണ കന്നഡയിലെ ആയിരക്കണക്കിന് പ്രവർത്തകരും ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അല്ലേ? കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ SKSSFൻ്റെ ഏറ്റവും നല്ല സംവിധാനമായി ഇൻ്റർനെറ്റിലൂടെ ലോകത്തേത് ഭാഗത്ത് വെച്ചുകൊണ്ടും ഈ പ്രദേശത്തെ കാണാൻ, ഈ മഞ്ഞനാടി നാടിനെ അഭിമാനത്തോടുകൂടി കേൾക്കാൻ SKSSF സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇതേ സമയത്ത് പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഏകദേശം നമ്മുടെ മലയാളി വിദേശ സുഹൃത്തുക്കൾക്കൊക്കെ ഒരവധി നൽകപ്പെട്ട സമയമാണ്. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ അവരുടെ റൂമുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതേപോലെ തന്നെ മറ്റു പല ഭാഗത്തും സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ മഞ്ഞനാടി ശാഖ SKSSFനെ മനസ്സിലാക്കിക്കൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംവിധാനിക്കാൻ മുന്നോട്ട് വന്ന ആ സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതാണ് ഈ നാട് ഈ കാലം വരെ സൂക്ഷിച്ചു പോകുന്നതും. നേരത്തെ ബഹുമാന്യനായ സുഹൃത്ത് സത്താർ പന്തല്ലൂർ ഇവിടെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സമീപ സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം പറയാൻ സാധിക്കൂ. കാരണം ബഹുമാനപ്പെട്ട ആത്മീയ പണ്ഡിതന്മാർ, ഔലിയാക്കന്മാരാൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത. ആ പ്രസ്ഥാനത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാതെ പ്രവർത്തിച്ച സകല സംഘടനകളും
ഇന്ന് അതിൻ്റെ വഴിയെ കടന്നു വരാൻ തിരക്ക് കൂട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഹിസ്റ്ററി കോൺഫറൻസ് നടന്നു. ആ സമ്മേളനത്തിൽ അവർ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധം മുഴുവനും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന ചരിത്രം അറിയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ ചരിത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്പർ എം സയ്യിദ് അലവി തങ്ങളെ, മഹാനായ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ, വെളിയങ്കോട്ടുകാരൻ ഉമർ ഖാലി തങ്ങളവറുകളെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകളെ, അള്ളാഹു അവർക്കെല്ലാം ഉന്നത ദർജ പരലോകത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാന്മാരാണ് മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ പണ്ഡിതന്മാരും സാദാത്തുക്കളും. അവരുടെ വഴിയെ പിന്തുടരണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബന്ധം മുഴുവനും പറഞ്ഞത്. സമസ്തക്ക് ഒന്നുകൂടി കൂട്ട്. സമസ്തക്ക് ഒരുപക്ഷെ 87 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. അത് സമസ്തയുടെ സംഘടനാ പ്രായമാണ്. സമസ്തയുടെ ആശയത്തിൻ്റെ പ്രായം 15 നൂറ്റാണ്ടപ്പുറമാണ്. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 12 സ്വഹാബിമാർ നമ്മുടെ ഈ നാട്ടിലേക്ക് എന്ന് ഇസ്ലാം മതത്തെ കൊണ്ടുവന്നു. അതാണ് സമസ്തയുടെ ചരിത്രത്തിൻ്റെ തുടക്കം. കാരണം സമസ്ത പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് മെമ്പർ എം സയ്യിദ് അലവി തങ്ങൾ പറഞ്ഞതാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതാണ്. അതത്രയും സ്വഹാബത്ത് പറഞ്ഞതാണ്. സ്വഹാബത്ത് പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ പഴക്കം നമ്മുടെ ഈ കന്നഡയിലും നമ്മുടെ ഈ ദക്ഷിണ കന്നഡയിലും നമ്മുടെ കേരളക്കരയിലും ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൻ്റെ പഴക്കമുണ്ടെങ്കിൽ ആ പഴക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമസ്തയുടെ പഴക്കം. സമസ്ത പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. സമസ്തക്കൊരു പുതിയ ആശയമില്ല. സമസ്തക്ക് സ്വന്തമായി ഒരാദർശവും ഇല്ല. സ്വഹാബത്തിന്റെ ആശയം അതത്ര നബി തങ്ങളുടെ ആശയം, അതത്ര വിശുദ്ധ ഖുർആൻ. അത് പ്രചരിപ്പിക്കുക മാത്രമേ 87 കൊല്ലം സമസ്ത ചെയ്തിട്ടുള്ളൂ. അതല്ല പുതിയത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തിന്റെ മാല കഴുത്തിൽ വെച്ചുകൊണ്ട് ഞാൻ പൊട്ടിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തെ വെട്ടിമുറിച്ച് മാറ്റിയ മൗലാന അബുൽ അഅ്ല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ സെമിനാർ നടത്തിക്കൊണ്ട് പറയുന്നു ഇസ്ലാമിന്റെ പാരമ്പര്യം മെമ്പറും തങ്ങളിലാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിലാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യം ബഹുമാനപ്പെട്ട സ്വഹാബത്തിലാണ്. നബി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ശേഷം നൂറ്റാണ്ടുകളോളം 14 നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആചരിച്ചത് മുഴുവനും പൊട്ടിച്ചെറിഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അത് കണ്ണി ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണിയുടെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മഹാനായ സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ്. ജമാഅത്തിന്റെ ഒരു പുതിയ പ്രബന്ധം വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചെയ്ത സേവനം. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല മുജാഹിദുകളും ഇന്ന് സമസ്തയുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്ന ഇടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ബഹുമാന്യ സുഹൃത്ത് സത്താർ പറഞ്ഞല്ലോ, മാസപ്പിറവി കണ്ടിട്ടും അത് പെരുന്നാളാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ സമസ്തയുടെ ഉലമാഇന്റെ നാവിൽ നിന്ന് കൊണ്ടുവന്നാലേ കേരള ജനത എല്ലാ ജനതയും സ്വീകരിക്കൂ എന്ന ബോധ്യം മുജാഹിദുകൾക്ക് വന്നിരിക്കുന്നു. അതാണ് സമസ്ത. സമസ്ത സ്വന്തമായി പറഞ്ഞ പ്രസ്ഥാനമല്ല, നേരത്തെ പറഞ്ഞതിനെ പ്രചരിപ്പിച്ച പ്രസ്ഥാനമാണ്. ആ നിലയിലാണ് കേരളത്തിലെ ഉലമാ നിൽക്കുന്നത്. അവർക്കൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇജ്മാ ആയ തീരുമാനമാണത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളുടെ തീരുമാനം സർവാംഗീകൃതമാണ്. ശൈഖുന കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ ഇന്ന് കണ്യത്ത് ഉസ്താദ് ഞങ്ങളാളാണെന്ന് പറയാൻ ചില ആളുകൾക്ക് തിരക്കാണ്. കണ്യത്ത് ഉസ്താദിനെ സമ്മതിക്കാൻ ചിലർ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കണ്യത്ത് ഉസ്താദിനെ തന്നെയല്ലേ സമസ്ത അംഗീകരിച്ചത്?
ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ണിയത്തിന് അംഗീകരിക്കാതെ പുതിയ പ്രസിഡന്റ് ആയത് ആരാണ്? ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അംഗീകരിക്കാതെ പുതിയ സംഘടന ഉണ്ടാക്കിയത് ആരാണ്? അവർ പിന്നെ കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? ഇന്നും ജീവിച്ചിരിക്കുന്ന ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. മഴ കിട്ടാതെ ബുദ്ധിമുട്ടാകുന്ന പ്രദേശത്ത് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് വന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. അത് കണ്ണിയത്ത് ഉസ്താദ് വന്നു എന്നറിഞ്ഞാൽ തന്നെ ആ പ്രദേശത്ത് മഴ കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ അതിമഹാനായ ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാതീദ് മൗലാന ശൈഖുന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. ആ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ സമസ്തയെ അംഗീകരിക്കുന്നു, എന്തുകൊണ്ട് സമസ്തയുടെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പത്രാസ് കണ്ടത് കൊണ്ടല്ല, പറക്കാൻ ഹെലികോപ്റ്റർ വാങ്ങിക്കൊടുക്കാൻ മാത്രം ഉഗ്രനാണ് എന്ന് പറയപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ആത്മീയ തേജസ്വികളായി ബഹുമാനപ്പെട്ട ഉലമാ നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കുന്ന ഒരു ജനതയും അതിന്റെ പിന്നിൽ ഒട്ടേറെ ജനങ്ങളും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആകുമ്പോൾ കോടികളുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്. കോടികളുടെ ആസ്തി സമസ്തക്കുണ്ട്. ആരെയും പറഞ്ഞ് പറ്റിച്ചിട്ടല്ല, എന്തെങ്കിലും മുക്കി വിറ്റിട്ടല്ല. സാധാരണക്കാരായ ആളുകൾ പരിശുദ്ധ സമസ്തയ്ക്ക് വേണ്ടി ഉദാര മനസ്കർ ചെയ്ത സംഭാവന കൊണ്ട് ശക്തിമത്തായ ഏറ്റവും വലിയ ഫണ്ടുള്ള പ്രസ്ഥാനം കേരളത്തിലെ സമസ്തയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വഫാത്താകുന്ന സന്ദർഭത്തിൽ സകാത്തിന് അർഹനായ മിസ്കീനാണ്. അറബി പറയുന്ന മിസ്കീനല്ല, ഖുർആൻ പറഞ്ഞ മിസ്കീൻ. ആ മിസ്കീനായിക്കൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. സ്വന്തമായ സമ്പാദ്യങ്ങളില്ലാതെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് എത്ര കണ്ടുകൊണ്ട് ആഡംബര കാറിൽ ജീവിച്ചു എന്നല്ല കണ്ണിയത്ത് ഉസ്താദ് നമ്മൾ ചേർത്ത് വായിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ഏറ്റവും നല്ല മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണോ, സാധാരണ അന്നത്തെ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് നോക്കിയിട്ടല്ല. കണ്ണിയത്ത് ഉസ്താദ് നിസ്വാർത്ഥനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, വലിയായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളും അങ്ങനെ തന്നെ. ശംസുൽ ഉലമയുടെ നഗരാണിത്. ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളവറുകൾ കേരളത്തിലൊരു കാലഘട്ടത്തിൽ ബിദഈ പ്രസ്ഥാനത്തിന്റെ സാങ്കല്പിക ആശയങ്ങളെ മുഴുവനും ചീട്ടുകൊട്ടാരം തകർത്തുകൊണ്ട് പടയോട്ടം നടത്തിയ പടവാളേന്തിയ ഏറ്റവും വലിയ വിജുഗീഷുവാണ്. അദ്ദേഹത്തോട് അടുത്തോളം എത്തിപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. ഏത് കൊമ്പനും ശംസുൽ ഉലമയുടെ മുമ്പിൽ മുട്ടുവിറക്കും. മഹാനായ ശംസുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ടവരുടെ കൂടെയാണ്. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ നന്ദി ദാറുസ്സലാം അറബി കോളേജ് ദാരിമിമാർ സനദ് വാങ്ങി ഇറങ്ങുന്ന ദാറുസ്സലാം, ആ ദാറുസ്സലാമിൽ ബഹുമാനപ്പെട്ടവർ ബുഖാരി സബക്ക് ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമയുടെ സബക്ക് നടക്കുന്ന സന്ദർഭത്തിൽ അന്ന് മറ്റൊരു ഉസ്താദുമാരും അന്ന് അവിടെ സബക്ക് നടത്തില്ല ആ സമയത്ത്. കാരണം ശംസുൽ ഉലമയുടെ കിതാബോത്ത് കേൾക്കാൻ, അദ്ദേഹത്തിന്റെ ദർസ് ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ഔദ്യോഗികമായി കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും ചുമരിന്റെ പിറകിലും തൂണിന്റെ മറവിലുമായി ഉസ്താദുമാരിയ്ക്കും. ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ടല്ല കിതാബ് ഓതി കൊടുക്കുന്നത്. മഹാനവർകൾ സ്വഹീഹ് ബുഖാരി സബക്ക് ഓതി കൊടുക്കുന്നത് ദാറുസ്സലാം മസ്ജിദിൽ വെച്ചുകൊണ്ടാണ്, പള്ളിയിൽ. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസ് ഓതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേൾക്കാൻ ചുമരിന്റെ പിറകിൽ നിന്നുകൊണ്ട് വെള്ളക്കടലാസിൽ പേന ചലിപ്പിച്ചുകൊണ്ട് എഴുതിയെടുക്കുന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട നെല്ലിക്കോത്ത് ഉസ്താദ്. പിന്നീട് അദ്ദേഹം സമസ്തയിൽ നിന്നുകൊണ്ടൊരു കൂട്ടരെ പുറത്താക്കിയപ്പോൾ മറുഭാഗത്തിന്റെ കൂടെ ചേർന്ന ആളും മർക്കസിൽ സേവനം ചെയ്ത ആളുമാണ്. സമസ്തക്കാരനായിരുന്നില്ല,
പക്ഷെ അന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമയുടെ കിതാബോട്ട് കേൾക്കാൻ വേണ്ടി അന്ന് ദാറുസ്സലാമിൽ അധ്യാപകനായ സമയത്തും അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു. സമസ്തയിൽ നിന്നുകൊണ്ട് പുറത്താക്കപ്പെട്ടതിൻ്റെ ശേഷവും ശംസുലുലമയുടെ കിതാബിൽ നിന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കിതാബോത്തിൽ നിന്നുകൊണ്ട് കേട്ടതാണ് ഇത് ലോകത്തൊരു കിതാബിലും ഉണ്ടാവില്ല, ഇത് ശൈഖുനയുടെ അഭിപ്രായമാണ് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രസംഗിച്ചതാണ് ഞാൻ പറയുന്നത്. ഞാനിതൊരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അന്ന് സ്റ്റേജിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദും ജിഫ്രി തങ്ങളെ പറഞ്ഞു, കൂടത്തായി ഞാൻ അന്ന് ജാമിയയിൽ ശൈഖുനയുടെ കൂടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഒളവണ്ണ ഉസ്താദ് പറഞ്ഞു, ഞാൻ അന്ന് ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുത്തൊരു മുതഅല്ലിമാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാനിത് പറയുന്നത് നെല്ലിക്കുത്ത് ഉസ്താദ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് കേട്ടതാണ്. സ്വഹീൽ ബുഖാരി സബക്ക് നടക്കുകയാണ്. ആ സ്വഹീൽ ബുഖാരി സബക്ക് നടക്കുന്ന സന്ദർഭത്തിൽ ബുഖാരിയിലെ ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉടലെടുത്തു. അതിന്റെ മറുപടി പറയേണ്ടത് കൃത്യമായി അതിന്റെ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, ഇതേ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കപ്പെട്ട കിതാബുകൾ കൊണ്ടുവരട്ടെ. മുതഅല്ലിമീങ്ങൾ ലൈബ്രറിയിൽ ചെന്നുകൊണ്ട് ഖസ്തലാനി കൊണ്ടുവന്നു. ഈ ഹദീസിനെ സംബന്ധിച്ചുകൊണ്ട് ഇമാം ഖസ്തലാനി തങ്ങൾ പറഞ്ഞ മറുപടി അവിടെ വായിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി തങ്ങളുടെ അഭിപ്രായമാണ്, നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷേ അത് പോരല്ലോ ഇതേ സംബന്ധിച്ച് നമ്മുടെ സംശയത്തെ ദൂരീകരിക്കാൻ. ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി കൊണ്ടുവന്നു. ഫതുഹുൽ ബാരിയിലും ഇതേ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനം അവിടെ വായിക്കപ്പെട്ടു. ശൈഖുന പറഞ്ഞു, നല്ല മറുപടിയാണ്, പക്ഷെ ഇതും പോരല്ലോ. ആരിതെ സംബന്ധിച്ചുകൊണ്ട് പറയും, നമ്മുടെ ഈ സംശയം മാറി തീർത്തു തരും എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശൈഖുന അല്പസമയം മൗനം പാലിച്ചു. നെല്ലിക്കുട്ട പറയുന്നു, ഒരു മുട്ടുസൂചി വീണാൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ ശബ്ദം കേൾക്കാം. അത്രമാത്രം ആ സദസ്സ് നിശബ്ദമാണ്. ആ നിശബ്ദ സദസ്സിൽ വെച്ചുകൊണ്ട് ശൈഖുന 10 മിനിറ്റ് സമയം ഒരു പുതുമണ വാട്ടി നാണം കുടുങ്ങി ഇരിക്കുന്ന പോലെ ബഹുമാനപ്പെട്ടവർ ഷാള് മുഖത്തേക്ക് മറച്ചു വെച്ചുകൊണ്ട് നിലത്തോട്ട് തന്നെ നോക്കിയിരുന്നു. 10 മിനിറ്റ് സമയം. അത് കഴിഞ്ഞതിന്റെ ശേഷം കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന മണിമണിയായി ആ സംശയത്തിന് നിവാരണം പറഞ്ഞു കൊടുത്തു. നെല്ലിക്കുത്ത് പറയുന്നു, കിട്ടിയവർക്കൊക്കെ കിട്ടി. ഞാൻ പല വാക്കും എഴുതിയെടുത്തു. ഒരു വെള്ളച്ചാട്ടം പോലെ ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു പോരുന്നു. ലോകത്തൊരു കിതാബിലും ഒരുപക്ഷെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഒരു പണ്ഡിതനും ആ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടാവില്ല. ശൈഖുനയുടെ നാവിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മണിമുത്ത് പോലെ ഞങ്ങൾ പലരു കുട്ടികളും പൊറുക്കിയെടുത്തു. എന്നെ കൊണ്ടാകുന്ന സ്പീഡിൽ ഞാൻ അത് പകർത്തി വെച്ചു. ആ മറുപടി ഇതാണെന്ന് നെല്ലിക്കുട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ശൈഖുന മറുപടി എല്ലാം പറഞ്ഞതിന്റെ ശേഷം നേരെ ഷാള് നിവർത്തി വെച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, ഈ സംശയം ഇപ്പോൾ നമുക്ക് തീർത്തു തന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നേരെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു തന്നത് ആരാണെന്ന് അറിയുമോ? 10 മിനിറ്റ് സമയം എൻ്റെ മുമ്പിൽ വന്നത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളാണ്. ഇമാം ബുഖാരി തങ്ങളാണ് ഇതിന്റെ മറുപടി പറഞ്ഞു തന്നത്. ഈ ഹദീസിന്റെ ഉദ്ദേശം ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങളാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ വരുന്ന സമയത്ത് ഇനി മുതൽ ബുഖാരിയുടെ സബക്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം. ഇനിയും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഇവിടെ പങ്കെടുക്കും. ആ സമയത്ത് എനിക്ക് തങ്ങളെ കൊണ്ടൊന്ന് വെള്ളം മന്ത്രിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സദ്ദഹുൽ അസീസ്. ഞങ്ങൾ ആരെ പിൻപറ്റണം? നാം ആരുടെ പിന്നാലെ പോകണം? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയുന്നില്ല. ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. 10 വിരിയോ 20 വിരിയോ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ നാടിന്റെ പേര്. അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുടെ മഹത്വം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും എതിർക്കാൻ പറയുന്നതല്ല, മഹത്വം പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വഹീൽ ബുഖാരിയുടെ സബക്ക് നടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു. എടുത്തു നോക്കുന്ന സമയത്ത് മറുഭാഗത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൌഡയാണ്. അക്കാലത്താണ് ദേവഗൌഡയാണ്. ദേവഗൌഡയോട് സബക്കിന്റെ പുറത്തു വന്നുകൊണ്ട് സംസാരിച്ചു. അവസാനം
വിദ്യാർത്ഥികളായ ഞങ്ങളോട് ഷെയ്ഖുന പറഞ്ഞു, എന്നോട് ഇതുവരെ സംസാരിച്ചത് ദേവഗൗഡയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നമ്മോട് ഇതുവരെ സംസാരിച്ചത്. കുട്ടികൾ തക്ബീർ ധ്വനികളെ കൊണ്ട് അത് സ്വീകരിച്ചു. ഈ സുഹൃത്ത് പ്രസംഗിച്ചുകൊണ്ട് പറയുന്നു, സഹീഹ് ബുഖാരി സബക്ക് നടക്കുന്ന സന്ദർഭത്തിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കാൻ സമയം കണ്ടെത്താൻ ഈ ഷെയ്ഖുനക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക എന്ന് വാദ് പുകഴ്ത്തിക്കൊണ്ട് ഉജ്ജ്വലമായി പറയുന്നു. ഞങ്ങൾ ദേവഗൗഡയോട് മൊബൈൽ സംസാരിക്കുന്ന ഷെയ്ഖുനയെ പിൻപറ്റണമോ, അതല്ല ഇമാം ബുഖാരി തങ്ങളോട് സംസാരിക്കുന്ന ഷെയ്ഖുനയെ പിൻപറ്റണമോ? ഞങ്ങൾ ആരെ കൂടെ നിൽക്കണം? ഈ മഹല്ല് ജമാഅത്ത് ആരുടെ കൂടെ നിൽക്കണം? ആഖിറം രക്ഷപ്പെടണമോ ഷെയ്ഖുന ശംസുലമായി പിൻപറ്റുക, അതല്ല ദുനിയാവിൽ പത്രാസ് കൂട്ടണോ? ദേവഗൗഡയെ ഫോൺ ചെയ്യുന്ന ആളുകളോട് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന ആളെ പിൻപറ്റുക. ഞങ്ങൾ ദേവഗൗഡയോട് ഫോൺ ചെയ്യുന്നത് സബുൽ മുബിഖാത്താണെന്ന് പറയുന്നില്ല. മോഡിയോട് ഫോൺ ചെയ്യുന്ന ആളുകളോടും മോബിക്ക് ആസനം തടകുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ല പത്രാസ്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നവരാണ്, അവരെ കൂടെ ഞങ്ങൾ നിൽക്കും. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ തന്നെ സഹീഹ് ബുഖാരി സബക്ക് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു കുറിപ്പ് വന്നു ബഹുമാനപ്പെട്ടവർക്ക്, അത് വായിച്ചു, അത് കീശയിൽ തന്നെ ഇട്ടു, സബക്ക് തുടർന്നുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഷെയ്ഖുന പറഞ്ഞു, തൊഴ്ഫ ഇന്ന് സബക്കില്ല, നാളെ ഓതാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുട്ടികളോട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളടക്കമുള്ളവർ യാത്ര ചെയ്ത ഒരു വാഹനം മലപ്പുറത്ത് കുന്നിൽ വെച്ചുകൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെയോ മരിച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഷെയ്ഖുനാൻ്റെ 2 മക്കൾ മരണപ്പെട്ട വാർത്തയാണ്. അതെല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, റൂമിലേക്ക് പോകുന്ന സമയത്ത് 2 മുതഅല്ലിമീങ്ങൾ പിന്നാലെ ചെന്ന് ചോദിച്ചു, ഉസ്താദേ, ഇടയ്ക്ക് വെച്ചുകൊണ്ട് ആ കുറിപ്പ് കിട്ടിയത് വീട്ടിലെ ദുരന്തമായിട്ട് എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചുകൊണ്ട് സബക്ക് നിർത്താതിരുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, മുസ്ലിയാരെ, അങ്ങനെയാണ് ഷെയ്ഖുനാൻ്റെ ശൈലി, കാളമ്പാടി ഉസ്താദിൻ്റെ ശൈലി അങ്ങനെയാ. ഉസ്താദ് പറഞ്ഞു, മുസ്ലിയാരെ, സഹീഹ് ബുഖാരി തോന്നുമ്പോൾ തുറക്കാനും തോന്നുമ്പോൾ അടക്കാനുമുള്ളതല്ല. എൻ്റെ വീട്ടിലെ ജനനവും എൻ്റെ വീട്ടിലെ മരണവും സഹീഹ് ബുഖാരിക്ക് ബാധകമല്ല. അതുപോലെ കൃത്യസൂക്ഷ്മത പുലർത്തുന്ന പണ്ഡിതന്മാരാണ് സമസ്തയുടെ ഉലമാ. ഈ ഉലമാക്കളെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പാറന്നൂർ ഉസ്താദ് നവറല്ലാഹു മർഖദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖജാൻജിയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. ഏതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? ഏത് സമസ്തയുടെ ഖജാൻജിയാണ്? ഈ ജനതയുടെ ഹൃദയത്തുടിപ്പായ പ്രസ്ഥാനമായ സമസ്ത ഒരു ദിവസം ഒരു ഉറപ്പിക പിരിച്ചെടുത്താൽ മതി 12 ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ കെൽപ്പുറ്റ പ്രസ്ഥാനം സമസ്തയാണ്. മറ്റേതൊരു സംഘടനക്ക് അങ്ങനെ സാധിക്കും? ഇത് ചെറിയ ചില്ലറ കഥയല്ല. നമ്മുടെ കേരളത്തിലെ സമസ്തക്ക് മദ്രസയുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പറയട്ടെ, ദക്ഷിണ കന്നഡയിലുണ്ട്, കർണാടക സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. സമസ്തക്ക് മദ്രസയുണ്ട്. തട്ടിപ്പ് നടത്തിയിട്ടല്ല, മോഡിയുടെ ആസനം തടകിട്ട് പിരിവെടുത്തിട്ടല്ല, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പട്ടിണിപ്പാവകൾ അധ്വാനിച്ചുണ്ടാക്കിയ മദ്രസ. ആ മദ്രസകൾ ആയിരക്കണക്കിനുണ്ട്. ദ്വീപ് പ്രദേശത്ത് എവിടെ പോയാലും കാണാം. ദ്വീപിലെല്ലാ സ്ഥലത്തും സമസ്തക്ക് മദ്രസയാണ്. ദ്വീപ് പ്രദേശത്ത് നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് സാഹിബിൻ്റെ പ്രവർത്തന ഫലമായി അവിടെ മദ്രസകൾ എല്ലാ സ്ഥലത്തുമുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഈ പ്രദേശങ്ങൾ, ആ ജബ്ബാർ ഉസ്താദിൻ്റെ നാട് അടക്കമുള്ള പല ദ്വീപ് പ്രദേശത്തുമുണ്ട്. മിനിക്കോയിലുണ്ട്, ആൻഡമാൻ ദ്വീപിലുണ്ട്, UAE-യുടെ എല്ലാ സ്ഥലത്തും സമസ്തക്ക് മദ്രസയുണ്ട്. UAE എന്ന് പറയുന്ന പ്രദേശത്ത്, ദുബൈയിൽ തന്നെ 6 മദ്രസയുണ്ട്, അബുദാബിയിൽ മദ്രസയുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, ഫുജൈറയിൽ, ഷാർജയിൽ, അജ്മാനിൽ. ഇനി സൗദി അറേബ്യയിൽ ചെന്നാൽ കാണാം, സൗദി അറേബ്യയുടെ റിയാദിൽ അൽ ഹുദ എന്ന മദ്രസയിൽ 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അൽ ഹുദ. ജിദ്ദയിൽ അൽ നൂർ എന്ന മദ്രസയിൽ 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്നു.
സൗദി അറേബ്യയിൽ എവിടെയാ മദ്രസ ഇല്ലാത്തത്? മക്കയിലും മദീനയിലും മദ്രസകൾ നടക്കുകയാണ്. ജിസാനിൽ, ഖമീസ് മുഷൈത്തിൽ, അബഹയിൽ, അൽബഹയിൽ, ദമാമിൽ, കോമാറിൽ, തുക്ബയിൽ, എല്ലാ പ്രദേശത്തും മദ്രസയുണ്ട്. ഒമാനിൽ മദ്രസയുണ്ട്. ഒമാന്റെ സൂർ, സ്വീബ്, മസ്കത്ത്, റൂവി, സലാല, ഹസബ്. ഒമാനിലെ ഗവൺമെന്റ് അംഗീകരിച്ച മദ്രസയാണ്. ഒമാനിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഔദ്യോഗിക ഗവൺമെന്റ് ബിൽഡിംഗ് കെട്ടിക്കൊടുത്തുകൊണ്ടുണ്ടാക്കിയ മദ്രസ. ഒമാന്റെ ഏറ്റവും പ്രദേശം ഹൃദയത്തുടിപ്പായ മസ്കത്തിനോടടുത്ത റൂവിയിൽ. മലേഷ്യയിലെ സമസ്ത മദ്രസയുണ്ട്. മലേഷ്യയിൽ, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്. മലേഷ്യയിലെ മദ്രസ കണ്ട് അബ്ദുൽ സമദ് സമദാനി സാഹിബ് അത്ഭുതപ്പെട്ടു പോയി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസ കണ്ട് അത്ഭുതപ്പെട്ടു. മലേഷ്യയിലെ മദ്രസ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ നടക്കുന്നു. ആ ദിവസം അദ്ദേഹം മലേഷ്യ പര്യടനം നടത്തുകയാണ്. അദ്ദേഹം മദ്രസയിൽ ചെന്നപ്പോൾ നോക്കുമ്പോൾ ചോദ്യ പേപ്പർ മലയാളി കുട്ടികൾക്ക് കൃത്യമായ രൂപത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് അച്ചടിച്ച് കൊടുത്തയച്ചതാണ്. അക്കാലത്ത് സമസ്തയുടെ 70ാം വാർഷിക സമ്മേളനത്തിൽ സമസ്തയിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞു. ആ സമയത്ത് അവിടെ പരീക്ഷ നടക്കുമ്പോൾ എൻ്റെ നാടായ കോട്ടക്കൽ ചെനക്കലിലും മദ്രസയിൽ പരീക്ഷ നടക്കുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസം, അത് ഉദയാസ്തമയത്തിൻ്റെ വ്യത്യാസമാണ്, അല്ലാതെ മറ്റൊരു വ്യത്യാസവുമല്ല. അവിടെയും പരീക്ഷ, ഒരേ സമയത്ത് പഠനം. 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരേ സമയത്ത് പഠനം, പരീക്ഷ, വാല്യുവേഷൻ, റിസൾട്ട് ഒന്നിച്ചു കൊടുക്കാവുന്ന പ്രസ്ഥാനം സമസ്തയാണ്. എന്നിട്ട് അബ്ദുൽ സമദ് സമദാനി പറയുന്നു, ഞാൻ ചരിത്രത്തിൽ പഠിച്ചത് ലോകാത്ഭുതം 7ആണ്. ലോകത്ത് അത്ഭുതങ്ങളുള്ളത് 7ആണ്. ഞാൻ പറയുന്നു അല്ല, ലോകത്ത് 8 അത്ഭുതമുണ്ട്. 8ാമത്തെ അത്ഭുതം സമസ്തയുടെ മദ്രസയാണ്. അത് വളരെ കൃത്യമാണ്. സമസ്തക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുക? അതറിയണോ? റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ, നമ്മുടെ കർണാടകയിലെ എല്ലാ സംഘടനകളും, മതസംഘടനകളൊക്കെ പറയട്ടെ, ഇത്ര കുട്ടി വിജയിച്ചു എന്ന് പറയും. വിജയിച്ച കുട്ടിൻ്റെ എണ്ണം പറയില്ല, ശതമാനം പറയും. 10 കുട്ടി പരീക്ഷയ്ക്കിരുന്ന് 9 കുട്ടി ജയിച്ചാലും ശതമാനം 90ആണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരീക്ഷാ ബോർഡിന്റെ റിസൾട്ട് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഇത്ര വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് ഇരുന്നിട്ടുണ്ട്, അതിൽ ഇത്ര വിദ്യാർത്ഥി വിജയിച്ചിട്ടുണ്ട്, അങ്ങനെ ശതമാനം ഇത്രയാണ്. ഇരുന്ന കുട്ടിയും ജയിച്ച കുട്ടിയുടെയും എണ്ണം പറയുന്ന ആകാശത്തിന്റെ ചുവടെ മതസംഘടനയിലുണ്ടെങ്കിൽ അത് സമസ്ത മാത്രമാണ്. വേറെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഒരു കുറിപ്പ് കൊണ്ടുവാ, ഞാനത് തിരുത്താം. പരസ്യമാന്യങ്ങൾ അംഗീകരിച്ചോളാം. ഏതെങ്കിലും ഒരു പത്രസമ്മേളനം, ഒരു പരീക്ഷാ ബോർഡ്, സമസ്ത അല്ലാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പരീക്ഷാ ബോർഡിന്റെ ശതമാനം പറയുന്നതിന്റെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞിട്ടുണ്ടോ? ഇത്ര വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഇരുന്നിട്ടുണ്ട്, അതിൽ ഇത്ര വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ നട്ടല് നിവർത്തിയ ഒരു പ്രസ്ഥാനവും സമസ്ത അല്ലാതെ മറ്റൊന്നില്ല. ആ 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ചെറുതല്ല. എൻ്റെ സുഹൃത്തുക്കളെ, മദ്രസ വിടുന്ന സമയത്ത് കുട്ടികൾ സ്വലാത്തുല്ലും, സ്വലാത്ത് ചെല്ലാതെ മദ്രസ വിടൂല. സമസ്തയുടെ അംഗീകാരം അതാ. 3 സ്വലാത്ത് നിർബന്ധം, കൂട്ടിച്ചെല്ലൽ സുന്നത്താണ്. അത് നിർബന്ധം എന്നുള്ള സമസ്തൻ്റെ സർക്കുലർ പ്രകാരമാണ്. അത് ചൊല്ലിയിരിക്കണം. ഞാൻ സമസ്തയുടെ SKSSFന്റെ 20ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ഈ പുത്തൂർ പ്രദേശത്ത് ഒരു കുഗ്രാമത്തിൽ വന്ന സമയത്ത് 10 മണിക്കാണ് മദ്രസ വിട്ടിട്ട് കൺവെൻഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു ആ നാട്ടിലെ കുട്ടികൾ. എൻ്റെ സുഹൃത്ത് ഫൈസിയും ഒരു ദാരിമിയൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. മദ്രസ വിടാൻ കാത്തിരുന്നു, ബെല്ലടിച്ചു. കുട്ടികൾ സ്വലാത്തുല്ല. സ്വല്ലല്ലാഹു വസല്ലം അലാ ത്വഹ നബിയ്യിൻ വആലിം ബിലാ. സ്വലാത്ത് ചെല്ലൽ സുന്നത്ത്. നിയ്യത്ത് വേണ്ടാത്ത ഏക അമലുണ്ടെങ്കിൽ സ്വലാത്ത് മാത്രമാണ്. ഇത് വെള്ളിയാഴ്ച രാവാണ്. സ്വലാത്ത് ചൊല്ലാ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഡയറക്റ്റായി എത്തപ്പെടുന്ന ദിവസമാണ്. സല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സമസ്ത പഠിപ്പിച്ച പാരമ്പര്യമാണ്. 3 സ്വലാത്തെങ്കിലും ഒരു ദിവസം ഒരു കുട്ടി ചൊല്ലും. 3 സ്വലാത്ത് ഒരു ദിവസം 3 സ്വലാത്ത് ചൊല്ലിയാൽ ദിനം പ്രതി 36 ലക്ഷം സ്വലാത്ത് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്. അള്ളാഹിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ഹദിയ ചെയ്യാൻ ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഈ ഭൂമിയിൽ മലയാളത്തിലുണ്ടെങ്കിൽ, ഭൂമി ലോകത്തുണ്ടെങ്കിൽ അത് സമസ്ത മാത്രമാണ്. അപ്പൊ ഞങ്ങളെ സ്വലാത്തോൻ, ഞങ്ങൾ ചെന്ന സ്വലാത്തോൻ അങ്ങനെ നോട്ടിൻ്റെ ഇടയിൽ ചില്ലറ അങ്ങനെ സാധാരണ വരാറുണ്ട് എന്നല്ലാതെ ഈ കൂട്ടായ്മയുടെ കൂടെ, ഈ സംഘശക്തിയുടെ കൂടെ എത്തിപ്പെടാൻ സാധ്യമല്ല.
ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് 10 ഇരട്ടിയായാൽ, 10 സ്വലാത്ത് 100 ഇരട്ടിയായാൽ, പിന്നെ അത് 1000 ആയാൽ, പിന്നെ 1,00,000 ആയാൽ ആ കൂട്ടത്തിലേക്ക് ഒന്ന് കൂടി കൊടുത്താൽ മതി. നിങ്ങളുടെ സ്വലാത്ത് 36 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ, 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ചൊല്ലിയ സ്വലാത്തിന്റെ കൂടെയാണ് നിങ്ങളുടെ മക്കളുടെ സ്വലാത്ത് വന്നതെങ്കിൽ അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ സ്വീകരിക്കും. അള്ളാഹിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഹബീബായ തങ്ങളുടെ റൗളയിലേക്ക് എത്തും. കാരണം ആ വലിയ ശക്തിയുടെ കൂടെയാണ്. എന്തുകൊണ്ടാണ്? ഒറ്റക്ക് ദുആ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൂട്ടായ പ്രാർത്ഥനക്കാണ്. ആയിരക്കണക്കിന് ആൾ കൂടിയാൽ, ലക്ഷങ്ങൾ കൂടുന്ന പ്രാർത്ഥനയിൽ ആമീൻ പറഞ്ഞാൽ അത് ഇരട്ടിക്കിരട്ടിയാവും. ലക്ഷങ്ങളുടെ സ്വലാത്തിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഇരട്ടിക്കിരട്ടിയാവും. ഞാൻ ഈ പ്രദേശത്തെ സഹോദരന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ മക്കൾ ചൊല്ലുന്ന സ്വലാത്ത് 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ 36 ലക്ഷം സ്വലാത്തിന്റെ കൂടെ കൂടണോ? അതല്ല, ഒറ്റയും തൊട്ടയുമായി നടക്കുന്ന സ്വലാത്തിന്റെ കൂടെ മെല്ലെ മെല്ലെ ചെല്ലണോ? ആരെ കൂടെ കൂടണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഈ മഹത്തായ, ഈ ബൃഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആ സ്വലാത്ത് തന്നെ മതി നാളെ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കൾ ചൊല്ലുന്ന സ്വലാത്ത് അത് മതി. നിങ്ങൾ സമസ്തയുടെ കൂടെ നിന്നു, സമസ്തയുടെ കൂടെ നിന്നു. ആ വിദ്യാർത്ഥികൾ അത്രയുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, 1,00,000 വിദ്യാർത്ഥികളെ തികക്കാൻ സാധിക്കുമോ? മറുഭാഗത്തുള്ള ആർക്കെങ്കിലും 1,00,000 വിദ്യാർത്ഥികളെ ആകെ എണ്ണാൻ സാധിക്കുമോ? കഴിയില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഇത്രയും വലിയ ശക്തിയാണ്. മദ്രസകൾ നടത്തിയത് കൊണ്ടുള്ള ഗുണമേന്മ കണ്ടതാണല്ലോ ഇന്നിപ്പോൾ എല്ലാവരും. ഈ മദ്രസ വഴി ഞങ്ങൾ ആരെയും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടത്തിയിട്ടില്ല. ഒരാളുടെയും പിന്നാലെ ഞങ്ങൾ പോയിട്ടില്ല. പാവങ്ങൾ അധ്വാനിച്ചതിൻ്റെ നാണയത്തുട്ടുകളെ കൊണ്ടാണ് മദ്രസ നടത്തുന്നത്. ചിലർക്ക് വലിയ വലിയ പത്രാസുകളൊക്കെ പറയട്ടെ. ഗുജറാത്തിൽ സമ്മേളനം നടത്തിയ വലിയ മഹിമ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഗുജറാത്തിലെ. അതാരുടെ നാടാ? ഞങ്ങൾ ഗുജറാത്തിൽ സമ്മേളനം നടത്താൻ പോയിട്ടില്ല. ഗുജറാത്തിലെ മക്കളെ ദത്തെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പലപ്പോഴും സമസ്ത പലതും പറയാറില്ല, പറയേണ്ട കാര്യമില്ല. ചിലർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് നിങ്ങളോടും പറയാൻ. സമസ്ത ചെയ്യുന്ന സേവനം ആന പ്രസവിച്ചതുപോലെയാണ്. ആന പ്രസവിച്ചാൽ കുട്ടിക്ക് നല്ല വലുപ്പമുണ്ടാവും, ആനക്കുട്ടിയല്ലേ. എന്നാൽ തള്ളാനക്ക് വലിയ കിബറൊന്നും ഉണ്ടാവില്ല. ഞാനാരാ മോള്, ഇത്രയും വലിയ കുട്ടിയെ പറ്റ തള്ള ഞാൻ എന്ന് പറഞ്ഞിട്ട് കിബറാക്കി തുള്ളിച്ചാടി ഒന്നും നടക്കില്ല. വേറെ ചില ആളുകൾ എന്തെങ്കിലും സേവനം ചെയ്താൽ കോഴി മുട്ടയിട്ട പോലെയാ. കോഴി ഒരു മുട്ടയിട്ട എന്താ സ്ഥിതി? കോഴിമുട്ടല്ലേ, കോഴിയേക്കാളും വലുതാവല്ലോ എന്തായാലും. ആ മുട്ടയിട്ടതിൻ്റെ പേരിൽ തള്ളക്കോഴിക്ക് എന്തൊരു കിബറ, ഞാനാരാ മോള് എന്നിട്ട് കൊക്കിക്കൂവി പെടച്ച് കളിച്ചിട്ട് തൊട്ടടുത്തുള്ള ചട്ടിയും കുടുക്കയും ഗ്ലാസ്സൊക്കെ പൊട്ടിക്കും. അതിനിടയിൽ ഈ മുട്ടയും പൊട്ടും. ഇത് ചില ആളുകളുടെ ശൈലിയാണ്. കാശ്മീരിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു, ആരോ മക്കളൊക്കെ മടങ്ങിപ്പോയി. കൊണ്ടുവന്നോ പറഞ്ഞു ഞങ്ങൾ ദത്തെടുത്താൻ. തിരിച്ചു പോയപ്പോൾ പറഞ്ഞു AC വർക്ക് ചെയ്യാനിട്ടാണ്. ആരും കൊണ്ട് തിരിച്ചു പോയതാണ്. കൺസെഷൻ ഡീലർ നൂർ മുഹമ്മദിന്റെ മകൾ, നൂർ മുഹമ്മദിന്റെ അനിയന്റെ മകൻ, കോടീശ്വരന്റെ മക്കൾ. എന്നിട്ട് അതിൻ്റെ പേരിൽ നാട് മുഴുവൻ പിരിവ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചേര സേവനം അറിയുമോ നിങ്ങൾക്ക്? ഗുജറാത്തിന്റെ തെരുവീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ കൊത്തിമുറിച്ച് വലിച്ചെറിഞ്ഞ കശ്മലത്ത് നടത്തിയ പ്രദേശം. ആ ഗുജറാത്തിന്റെ തെരുവീതിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് കത്തിച്ച സ്ഥലമാണ് അവിടെ. നരേതപാടി എന്ന് പറയുന്ന പ്രദേശത്ത് 350ഓളം വരുന്ന ജനങ്ങളെ ഒരു കൊടിയിലിട്ടുകൊണ്ട് ആ ജീവനോടെ ചുട്ടുകൊന്നത്. ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ട് നരേതപാട്ടിയ. ആ പ്രദേശത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടാണ് തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ട മക്കളെ, ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മക്കളെ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ദത്തെടുത്ത ഒരേ ഒരു മനുഷ്യനുണ്ട് കേരളക്കരയിൽ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർഖദ. ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടാണ് ഏകദേശം 360ഓളം വരുന്ന ഗുജറാത്തിന്റെ മക്കളെ ദത്തെടുത്തത്. ഇതിൻ്റെ പേരിൽ ഇന്നേ ഒരു പത്രസമ്മേളനം സമസ്ത നടത്തിയിട്ടില്ല. ഒരു പക്ഷെ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കേക്ക് വയ്ക്കും. സമസ്ത പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ CD ഇറക്കിയിട്ട് ഗൾഫിൽ പിരിവ് നടത്തിയിട്ടില്ല. ഗുജറാത്തിലെ മക്കളെ ഏറ്റെടുക്കാൻ പറഞ്ഞാൽ വലിയ പൈസ തരും ബാക്കിയുള്ളവർ. ഗുജറാത്തിലെ മക്കളും കേരളത്തിലെ മക്കളും കർണാടകയിലെ മക്കളൊക്കെ ഒരുപോലെയാണ്. ബഹുമാനപ്പെട്ട ഉമർ ശിഹാബ് തങ്ങൾ പറഞ്ഞു,
ഏറ്റവും പ്രധാനമായി ഈ കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനം തന്നെ കൊടുക്കട്ടെ. ബഹുഭാഷ പണ്ഡിതന്മാരെ ദത്തെടുക്കുന്ന ദാറുൽ ഹുദയിൽ കുറച്ച് കുട്ടികൾ പഠിക്കട്ടെ. 140 കുട്ടികൾ അവിടെ ചേർത്തു. അതേപോലെ തന്നെ കുറ്റ്യാടി മുസ്ലിം ഓർഫനേജിൽ കുട്ടികളെ കൊടുത്തു. അദ്ദേഹം നേരിട്ട് കൊണ്ട്, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ നേരിട്ട് കൊണ്ട് നടത്തുന്ന മുട്ടിൽ യത്തീംഖാനയിൽ വയനാട് മുസ്ലിം ഓർഫനേജിൽ ചേർത്തു. ആ കുട്ടികൾ ഓരോ ഭാഗത്തേക്കും തങ്ങൾ ഇത്ര ഭാഗം നിങ്ങൾ നോക്കുന്ന പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് കൊടുത്തു. അതാണ് ഗുജറാത്തിലെ കുട്ടികൾ കഷ്ടപ്പെട്ടപ്പോൾ ഏറ്റെടുത്തതാണ് നമ്മൾ. എന്നാൽ വേറെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഗുജറാത്തിൽ നിന്നുകൊണ്ട് ഫണ്ട് വാങ്ങിക്കൊണ്ടാ ചില ആളുകൾ അവിടെ സ്ഥാപനം നടത്തുന്നത്. ആരുടെ? മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കൊലച്ചോറ്, സമുദായത്തെ കൊന്നടക്കിയവന്റെ പണം, നരേന്ദ്രമോദിയുടെ പണം. നരേന്ദ്രമോദി നല്ല ആളാണ് അപ്പോൾ പറയുന്നത്, കുഴപ്പമില്ല. നരേന്ദ്രമോദിക്ക് അംഗീകാരം, നരേന്ദ്രമോദിക്ക് അംഗീകാരം കൊടുത്ത മുഫ്തിക്ക് ആതിഥ്യമൊരുക്കപ്പെട്ട സമ്മേളനങ്ങൾ, ഇതൊക്കെ എവിടെ എത്തും? ഞാനത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നില്ല. നേരത്തെ ഇവിടെ ചട്ടിപ്പാത്രത്തെ പറഞ്ഞു, അവിടെ 6 ഭുജങ്ങളുള്ള സ്റ്റാർ ഇസ്രയേലിൻ്റെതാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നു, ഇന്ത്യയിൽ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ലെങ്കിലും 2ാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ, ഈ അടുത്ത ഇലക്ഷൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. ആ നരേന്ദ്രമോദി പിന്നെ അധികാരം വിട്ടിറങ്ങാൻ കാലങ്ങൾ കഴിയും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യക്കാകമാനം മോഡി പരിഷ്കരണം ഉണ്ടാക്കും. ഗുജറാത്തിലുണ്ടാക്കിയ പരിഷ്കരണം പോലെ എന്ന് പറയുന്നതാരാ? മൊസാദിൻ്റെ വെബ്സൈറ്റ്. ആ മൊസാദിൻ്റെ ഇസ്രയേലിൻ്റെ ഷഡ്ഭുജ സ്റ്റാർ സ്വീകരിക്കുമ്പോൾ അതുപോലെ തന്നെ ആ മൊസാദ് നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ നിശ്ചയിക്കുന്ന ഗവൺമെന്റ് വരട്ടെ എന്ന് പറയുന്നവന്റെ ആളിൽ നിന്നുകൊണ്ട് പണം സ്വീകരിച്ചുകൊണ്ടാണ് ചിലർ അവരുടെ സ്ഥാപനങ്ങൾ പോലും ഗുജറാത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറയേണ്ട കാര്യമല്ലോ, ഞാൻ രാഷ്ട്രീയപരമായി കാണുന്നില്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും പരാതിയില്ല. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാൻ മുസ്ലിമീങ്ങൾ ജാഗ്രത അതുണ്ടാവണം. നരേന്ദ്രമോദി ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? നിറവയറുള്ളൊരു മുസ്ലിം സ്ത്രീ വീട് വിട്ടുകൊണ്ട് എല്ലാവരും ഓടിപ്പോവുകയാണ്. തൃശൂലവുമായി പന്തം കൊളുത്തി തീപ്പന്തവുമായി കൊണ്ട് ആക്രമിക്കാൻ വന്നവരുടെ മുമ്പിൽ പരിഭ്രാന്തരായി പോകുന്ന മുസ്ലിം ഉമ്മമാർ, ആ സഹോദരിമാരിൽ നിറവയറുള്ള 8 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ വാവിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ വയറ്റിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ മുമ്പിൽ ചെന്നുകൊണ്ടാണ് തൃശൂലം കൊണ്ട് വയറ്റിൽ കുത്തി കുരുന്നിനെ പുറത്ത് തുറന്നെടുത്തത്. എന്നിട്ട് ആ കുഞ്ഞിനെ തൃശൂലത്തിൽ നാട്ടി പ്രകടനം നടത്തുകയാണ്. പ്രകടനം. എന്നിട്ട് ജീവനുള്ള കുട്ടിയാണ്. കടലിൽ നിന്ന് കൊണ്ട് കരയിലേക്ക് ഇട്ട മത്സ്യം പിടക്കേണ്ട പോലെ തൃശൂലത്തിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞ് പിടച്ചു. ആ കുഞ്ഞ് മരിച്ചു. എൻ്റെ കുഞ്ഞിനെ താ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിപ്പിളർന്ന് ചോര വാർന്നൊഴുകുന്ന വയറുമായി നിലവിളിക്കുന്ന ഉമ്മയുടെ മുമ്പിലേക്ക് ആ കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്തപ്പോൾ മയ്യത്ത് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് ആ മയ്യത്തായി കുഞ്ഞിനെയും വാവിട്ട് കൊണ്ട് കരയുന്ന ഉമ്മയെയും മണ്ണെണ്ണ ഒടിച്ചുകൊണ്ട് ജീവനോടെ ചുട്ട് കൊന്നവനാ നരേന്ദ്രമോദിയുടെ ബജറംഗ് ദളുകൾ. നിഷേധിക്കാനായിട്ടുണ്ടോ? കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകണമെന്നാ? ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയവർ ഒരു മുസ്ലിം MP-യെ തന്തൂരി റൊട്ടി ചുടുന്ന അടുപ്പിലിട്ടുകൊണ്ട് ആ ജീവനോടെ ഈ വർഗീയവാദികൾ ചുട്ടുകൊന്നത്. എന്നിട്ട് അയാൾ തരക്കേടില്ല എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരോ, അയാളെ പിന്തുണക്കണമെന്ന് പറയുന്ന ആളുകളോ, അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി സമ്മേളനം നടത്തുന്ന ആളുകളോ, ഇവർ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധ്യമല്ല, മതേതര വിശ്വാസികൾക്ക് സാധ്യമല്ല. അതാരെന്തൊക്കെ ഫത്വ ഇറക്കിയാലും ശരി. ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തി അതാണ്. 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളിലൂടെ ഈ പ്രസ്ഥാനത്തെ കെട്ടുറപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം 1 മിനിറ്റ് ഒരു ബട്ടൺ അമർത്തിയാൽ, ചേളാരി ബട്ടൺ അമർന്നാൽ നാളെ ഒരു ഉറപ്പിക കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്യാനുള്ള സംഘശക്തിയും കേഡർ സംവിധാനവുമുള്ള പ്രസ്ഥാനമായ സമസ്തക്ക് ലക്ഷങ്ങളുടെ കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷേ അതിൻ്റെ ട്രഷറർ, അതിൻ്റെ ഖജാൻജി, അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കയറുന്നവർക്കറിയാം, തല കുനിക്കാതെ വീട്ടിൽ കയറാൻ പറ്റില്ല. അത്രമാത്രം തായോട്ട് ഓട് മേഞ്ഞപ്പെട്ട വീടാണ്, ഓടിറങ്ങിക്കിടക്കുന്ന വീടാണ്. അവിടെ കയറണമെങ്കിൽ തല കുനിക്കണം. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന റൂമിൽ ആർക്കും കാണാം, കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ ഉയർന്ന ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് ഒരു ഭാഗം കൂട്ടമായി കെട്ടപ്പെട്ടുകൊണ്ട് തൂങ്ങിയിരിക്കുന്നു.
ആർക്കും കാണാം അതെന്താ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ തലേനാൾ വരെ നിസ്കാരം നിന്നാണ് നിർവഹിച്ചത്. അതിനു വേണ്ടി അദ്ദേഹത്തിന് താങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് ഈ കാറിൽ പിടിച്ചു തൂങ്ങാറുള്ളത്. വയോവൃദ്ധനാണ്, രോഗിയാണ്. എന്നാലും നിസ്കാരം പരമാവധി നിന്ന് തന്നെ നിസ്കരിക്കട്ടെ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് നിൽക്കാനൊരു കൂട്ടായിക്കൊണ്ട് അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ വലതുഭാഗം നെഞ്ചത്തേക്ക് വെച്ചാൽ ഇടതുഭാഗം ഈ കാറിൽ പിടിച്ചു തൂങ്ങി നിൽക്കും. ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് ആ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. സുഖസൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണോ, ആളുകൾ കൊടുക്കാത്തത് കൊണ്ടല്ലോ, ഇത് നിസ്കരിക്കാമല്ലോ, എന്നാലും ഫർദ് നിസ്കാരം നിന്ന് തന്നെ പരമാവധി നിൽക്കട്ടെ എന്നോർത്തുകൊണ്ട് അങ്ങനെ നിന്നുകൊണ്ട് നിസ്കരിച്ച മഹാനായ പാറന്നൂർ ഉസ്താദ് ഞങ്ങൾ ആരെ പിൻപറ്റണം? ആ ഉസ്താദിനെ പിൻപറ്റണമോ? അതല്ല ആഡംബരങ്ങൾ ജീവിച്ചുകൊണ്ട് പത്രാസ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ പിൻപറ്റണമോ? നമുക്ക് ആഖിറ രക്ഷപ്പെടും മഹാനായ പാറന്നൂർ ഉസ്താദിന്റെ കൂടെ നിന്നാൽ. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അങ്ങനെയാണ് പാറന്നൂർ ഉസ്താദ്, അങ്ങനെ കാളമ്പാടി ഉസ്താദ്. പാണക്കാട് കുടുംബത്തെയും നമുക്ക് ബഹുമാനിക്കണം. പാണക്കാട് കുടുംബത്തിന് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ വഫാത്തായി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ ഈ പ്രസ്ഥാനത്തിന്റെ പടവാൾ, സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ട് കളിക്കാൻ ഒരു ശക്തിയും അനുവദിക്കാത്ത സുന്നികളുടെ പടവാളായ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ശംസുൽ ഉലമയുടെ അനിയനാണ്, ശംസുൽ ഉലമയുടെ സഹോദരനാണ്, അനിയനാണ്. വഫാത്തായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കണം. ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകണം. ആരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്? അന്ന് ഏറ്റവും നല്ല പണ്ഡിതൻ, കുടുംബം കൊണ്ട് ബന്ധപ്പെട്ട ആള് ശംസുൽ ഉലമയാണ്. കുടുംബം കൊണ്ട് ബന്ധപ്പെട്ടത് ആലിം, എല്ലാ നിലയിലും യോഗ്യൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നിസ്കരിക്കാൻ ആയിട്ടില്ല, പാണക്കാട് തങ്ങൾ കൊടപ്പനക്കൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്ത് പുറപ്പെട്ടിട്ടുണ്ട്, തങ്ങൾ വരട്ടെ. പാണക്കാട് തങ്ങൾ കൊടപ്പനക്കൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്ത് പുറപ്പെട്ടിട്ടുണ്ട്, തങ്ങൾ വരട്ടെ. അല്പനേരം വൈകിയപ്പോൾ വീണ്ടും നേരെ ചെന്നുകൊണ്ട് എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, തുടങ്ങല്ലേ. ആര് പറഞ്ഞു? പാണക്കാട് തങ്ങൾ വരട്ടെ. അവസാന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് ജനാസ നിസ്കാരം നിർവഹിക്കപ്പെട്ടത്. കണ്ണിയത്ത് മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള പണ്ഡിതന്മാർ പിന്നിൽ നിന്നുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ആ ജനാസക്ക് നേതൃത്വം കൊടുത്തത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരും കഴിഞ്ഞു പോയതിൻ്റെ ശേഷം എ.പി. അബൂബക്കർ മുസ്ലിയാരും ഒന്ന് രണ്ടാളുകളും നേരെ ചെന്നുകൊണ്ട് ശംസുൽ ഉലമയോട് പറഞ്ഞു, അല്ല, മയ്യനിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ എന്തിനാ പാണക്കാട് തങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ ഇങ്ങനെ നേരം വൈക്കിയത്? ശംസുൽ ഉലമ പറഞ്ഞു, അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്താൽ ഖബറിൽ ചോദ്യമില്ലെന്നൊരു ഹദീസ് ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരന് ഗുണം കിട്ടാൻ വേണ്ടിയാണ് കാത്തിരുന്നത്, അവിടെ മഹാനായ പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുക്കട്ടെ. അത് പറയുമ്പോൾ അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരു അഹ്ലുബൈത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട തങ്ങൾ അവിടെയുണ്ട്. അന്ന് സമസ്തയുടെ ഉപാധ്യക്ഷനാണ്. ഇപ്പൊ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അദ്ദേഹം ഉണ്ടായിട്ടും പാണക്കാട് തങ്ങളെ കാത്തിരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. അതുകൊണ്ട് പാണക്കാട് തങ്ങൾ കൊടുത്ത മഹത്വം എത്രയാണ്, അത് ശംസുൽ ഉലമ കാത്തുവെച്ചു. ഇപ്പൊ പാണക്കാട് തങ്ങളാ തങ്ങൾ ഞങ്ങളെയാളാണ്, ശംസുൽ ഉലമ ഞങ്ങളെയാളാണ്, കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളെയാളാണ്. അതെന്നെ നിങ്ങളാളാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട സി കോയക്കുട്ടി ഉസ്താദ് ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേർ ഉസ്താദ് ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. മരണപ്പെടട്ടെ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. വഫാത്തായാൽ നിങ്ങൾ വിളിച്ചു പറയും, അത് നല്ല മനുഷ്യനാണ്, പണ്ഡിതനാണ്, അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് കയറും. അതാണ് സമസ്തയുടെ ഉലമാഇന്റെ യോഗ്യത. എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ. ഞാൻ വിശദമായി പറയുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വന്നിട്ടില്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം, ഒരു മുടിയോ പൊടിയോ ചട്ടിയോ എന്തൊക്കെ ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചിലർക്കൊന്ന് പറയും. എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, അത് റസൂലുള്ളാഹിൻ്റേതാണെങ്കിലോ ആണെങ്കിലോ എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട കാര്യമില്ല. നേരത്തെ സത്താർ പന്തലൂർ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ചെന്നാൽ
ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി, അത് നൽകുന്ന ഹദീസ് നൽകപ്പെടുന്ന ആൾ ആരാണോ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യവും അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമേ അത് നിജപ്പെടുത്തുകയുള്ളൂ. ഒരിക്കൽ സൊഹീൽ ബുഖാരി, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് തേടി ഒരു ഷെയ്ഖിനെ സമീപിച്ച സമയത്ത് ഹദീസ് അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഹദീസ് അറിയാം, അദ്ദേഹത്തിനെ കൊണ്ട് ഹദീസ് വാങ്ങാം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ചെന്നപ്പോൾ ആ ഷെയ്ഖ് അവർകൾ ഒരു പുൽക്കൊടി കാണിച്ച്, ഒരു പ്ലാവില കാണിച്ചു കൊണ്ടൊരു ആടിനെ വിളിക്കുന്നു. ആട് ഭക്ഷിക്കാൻ വേണ്ടി അടുത്തു വന്നപ്പോഴേക്കും ഇല വലിച്ചെറിഞ്ഞുകൊണ്ട് ആടിൻ്റെ ചെവി പിടിച്ചുകൊണ്ട് ആടിൻ്റെ കയറിട്ട് കുടുക്കി. ഇത് ആടിനോട് കാണിച്ച വഞ്ചനയാണ്, ഇത് ആടിനോട് കാണിച്ച വഞ്ചനയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ആ ഷെയ്ഖിനെ കൊണ്ട് ഹദീസ് വാങ്ങാതെ മടങ്ങിപ്പോയി. എന്താ കാരണം? ഒരു മിണ്ടാപ്രാണിയെ വഞ്ചിച്ച ആളിനെ കൊണ്ട് ഞാൻ ഹദീസ് സ്വീകരിക്കില്ല. അതാണ് ഇമാം ബുഖാരി തങ്ങൾ. ഒരു മിണ്ടാപ്രാണിയെ വഞ്ചിച്ച ആളിനെ കൊണ്ട് ഞാൻ ഹദീസ് സ്വീകരിക്കില്ല. അതാണ് ഇമാം ബുഖാരി തങ്ങൾ. ഇമാം ബുഖാരി തങ്ങൾ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിനെ കൊണ്ട് ഹദീസ് വാങ്ങാതെ മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹിന്റെ ഹദീസ് ആണെങ്കിലോ എന്ന് ഇമാം ബുഖാരി തങ്ങൾ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഹദീസല്ലേ, അതാണെങ്കിലോ എന്ന ഒരു സംശയത്തിന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ വകവെച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വെള്ളം അത് മുടി കൊണ്ടുവന്നാൽ അത് റസൂലുള്ളാഹിന്റേതാണെങ്കിലോ, ചട്ടി കൊണ്ടുവന്നാൽ അത് റസൂലുള്ളാഹിന്റേതാണെങ്കിലോ എന്ന സംശയത്തിന് യാതൊരു വിലയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാലത്തോളം അത് ഉപേക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാഇന്റെ തീരുമാനം. ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ മുസ്ലിം സമുദായം നമ്മുടെ കേരളക്കരയിലും അതേപോലെ തന്നെ കന്നഡ പ്രദേശത്തും ദക്ഷിണ കന്നഡയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം SYSന്റെ സംസ്ഥാന സമ്മേളനം, അതിൻ്റെ 60ാം വാർഷിക സമ്മേളനം കാസർഗോഡ് വെച്ചുകൊണ്ട് നടന്നു. ആ സമ്മേളനത്തോടുകൂടി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട സംഗതി, മലബാറിൽ സമ്മേളനം നടക്കുന്ന അതേ ആർജവത്തോടെ, അതേ സംഘശക്തിയോടെ ഈ പ്രദേശത്തും സമ്മേളനം നടത്താനുള്ള കെൽപ്പ് സമസ്തക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് അന്ന് തുടങ്ങിയ ഉച്ചപ്പിരാന്തുണ്ട്, അതിന് മരുന്നില്ല. അന്ന് തുടങ്ങിയ അസൂയയുണ്ട്, അതിനും മരുന്നില്ല. ബഹുമാനപ്പെട്ട ഉലമാക്കള് ആ സമസ്തയുടെ സമ്മേളനത്തിൽ, SYSന്റെ സമ്മേളനം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സമ്മേളനം നടത്താൻ ഒരു വിഘടിത വിഭാഗത്തിനും ഈ പ്രദേശത്ത് സാധ്യമല്ല എന്ന കാര്യം തീർച്ചയാണെങ്കിൽ ആ സമ്മേളനം ഈ കേരളത്തിലെ, കന്നഡയിലെ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ശക്തി സമസ്ത ജംഇയ്യത്തുൽ ഉലമയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഈ പ്രദേശത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ഉലമാഇന്റെ കൂട്ടായ്മയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഉലമാക്കളും ബഹുമാനപ്പെട്ട സമസ്തയെ ബന്ധപ്പെട്ടത് കൊണ്ട് അവരുടെ നാടൊക്കെയും സമസ്തയുടെ കീഴിലാണ്. ഞാൻ അവസാനം അത് പറയാതിരിക്കാറില്ല, ഇവിടെയും പറയുകയാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വഫാത്തായി, അദ്ദേഹത്തിൻ്റെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. മഹാനായ പാറന്നൂർ ഉസ്താദ് വഫാത്തായി, അദ്ദേഹത്തിൻ്റെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട കണ്ണിത്ത് ഉസ്താദ് വഫാത്തായി, ആ മഹാനബികളുടെ വടക്കാട് മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനബികൾ വഫാത്തായി, അദ്ദേഹത്തിൻ്റെ വെള്ളിമാട് കുന്ന് മഹല്ല് സമസ്തയുടെ കൂടെയാണ്. സമസ്തയുടെ ഉലമാ വഫാത്തായതോടെ മുഴുവൻ ആളുടെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉലമാക്കൾ ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ആനക്കര മഹല്ല് സമസ്തയുടെ കൂടെയാണ്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ കൊണ്ടോട്ടി മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ ട്രഷറർ ജിഫ്രി തങ്ങളുടെ നാട് സമസ്തയുടെ കൂടെയാണ്. SYSന്റെ പ്രസിഡന്റിന്റെ മഹല്ല് പാണക്കാട് മഹല്ല് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. തിരൂർക്കാട് മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലക്കുട്ടി ഉസ്താദിന്റെ SYSന്റെ പ്രസിഡന്റിനെ പോലെ SKSFന്റെ പ്രസിഡന്റ് പാണക്കാട് മഹല്ല്, ജനറൽ സെക്രട്ടറി ഓണംപള്ളിയുടെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. മുഷാവറ മെമ്പർമാരിൽ 2 ആൾ വഫാത്തായതിന്റെ വിടവ് നികത്തപ്പെടാനുള്ളത് കൊണ്ട് 38 മുഷാവറ മെമ്പർമാരുടെ മുഴുവൻ മഹല്ലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. സമസ്തയുടെ മുഷാവറ മെമ്പർമാരുടെ മുഴുവൻ മഹല്ലും സമസ്തയുടെ കൂടെയാണ്. മഹല്ല് എന്ന് പറഞ്ഞ നാട്ടിൻ്റെ അസ്തിത്വം, അത് സമസ്തയുടെ കൂടെയാണ്. പ്രസംഗികന്മാർ പറയുമ്പോൾ സമസ്തയുടെ ഉലമാഇന്റെ പ്രഭാഷകന്മാരെടുത്ത് പരിശോധിച്ച് നോക്കുക, അതൊക്കെ ലേഖകന്മാരുടെ, സംഘാടകരുടെ മഹല്ലൊക്കെയും സമസ്തയുടെ കൂടെയാണ്. ഈ ചെറിയ വിനീതനായ ഞാൻ പറയുമ്പോൾ എൻ്റെ നാടും പറയണല്ലോ, കൂടത്തായി 3 മഹല്ലുണ്ട്. 3 മഹല്ലും സമസ്തയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മഹല്ലാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ വഫാത്തായി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മഹാനവറുകളുടെ മഹല്ല് ഏതാ?
എട്ടിക്കുളം മഹലിലെ മഹാനവർ വഫാത്തായത് എട്ടിക്കുളം മഹൽ സമസ്തയുടെ കൂടെയാണ്. ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ച പ്രദേശമാണ് കരുവന്തുരുത്തി, കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തിനടുത്തുള്ള മഹല്ല്. 100% സമസ്തയുടെ കൂടെയാണ് കരുവന്തുരുത്തി മഹല്ല്. പിന്നേതാ? ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം മഹല്ല് സമസ്തയുടെ കൂടെയാണ്. അവരുടെ ഈറ്റില്ലം പോറ്റില്ലം എന്ന് അവകാശപ്പെടുന്ന കാരന്തൂർ മഹല്ല് 100% സമസ്തയുടെ കൂടെയാണ്. 2 ജുമാഅത്ത് പള്ളിയും 2 മദ്രസയും ഉണ്ട് കാരന്തൂരിൽ. ചിസ്തിയ മദ്രസ, നൂരിയ മദ്രസ. അവിടെ ഒരു പള്ളിയിൽ മുഅദ്ദിനെ നിർത്തണമെങ്കിലോ മദ്രസയിൽ ഒരു മുഅല്ലിമിനെ ജോലിക്ക് നിർത്തണമെങ്കിലോ അവർക്കുള്ള യോഗ്യത സമസ്തയുടെ ഓഫീസായ മാത്രം പോരാ, കുറച്ചുകൂടി സ്പിരിറ്റ് കാണിക്കുന്ന SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കത്ത് വാങ്ങണം, എങ്കിലേ കാരന്തൂരിലേക്ക് പ്രവേശനമുള്ളൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പേരോട് മഹല്ല് സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ കൂടെയാണ്. ഇനി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ പൊന്മള മഹലിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഇനി ഒരു പേരെടുത്ത് പറയാൻ പറ്റുന്ന മറുഭാഗത്തൊരു മുഷാവറ മെമ്പർ പറ, അവരുടെ മഹലൊക്കെ സമസ്തയുടെ കൂടെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അത് ബൃഹത്തായ കടലാണ്. ഈ കടലിലേക്ക് കൈവഴി തോടുകൾക്ക് കടന്നു വരാം. ഈ മഹത്തായ സമുദ്രത്തിലേക്ക് ലയിച്ച് എല്ലാ തോടുകൾക്കും കടന്നു വരാം. സമുദ്രം ഒരിക്കലും തോട്ടിലേക്ക് ചെല്ലാറില്ല. തോടും പുഴയും കനാലും നദികളും സമുദ്രമാകുന്ന സമസ്തയിലേക്ക് വരട്ടെ. എല്ലാവർക്കും കടന്നു വരാം. മുടിയും പാത്രവും അപ്പുറം വെച്ചാൽ എല്ലാവർക്കും ഈ കടലിലേക്ക് ലയിച്ചു വരാം. അള്ളാഹു മഹാനായ ഉലമാഇന്റെ കൂടെ യോജിച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ആദർശ സമ്മേളനം സംവാദത്തിൽ കൊണ്ട് ഒളിച്ചോടിയ വിഘടിതർക്ക് താക്കീതായി ബഹുമാനപ്പെട്ട സഖാഫിമാരും സഅദിമാരും പങ്കെടുക്കുന്ന സമ്മേളനം നാളെ നടക്കുന്നുണ്ട്. ബാക്ര ബയൽ ശാഖ SKSSFന്റെ ആഭിമുഖ്യത്തിൽ ബാക്രയിൽ എല്ലാവരെയും ബാക്ര ബയൽ അല്ലേ, അവിടേക്ക് നാളെ ഇൻഷാ അല്ലാഹ് ഞാനും ഉണ്ടാകും.